Good evening and a warm welcome to the Zodiac Nurses Academy YouTube platform. എൻ്റെ പേര് ആര്യ, ഫാക്കൽറ്റി ടീം സോഡിയാക്. ഞാനിന്ന് നിങ്ങൾക്ക് മുന്നിൽ മോഡൽ എക്സാം നഴ്സിംഗ് ട്യൂട്ടറിന്റെ സെക്കൻഡ് സീരീസിന്റെ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷനുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷനിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ അക്കാഡമിയിൽ അഡ്മിഷൻ എടുത്ത എല്ലാ കുട്ടികളെയും ഞാൻ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. ഒപ്പം നമ്മുടെ ഈ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ കേൾക്കുന്ന എല്ലാ കുട്ടികളെയും സോഡിയ കുടുംബത്തിന്റെ ഒരു അംഗമാകാൻ ക്ഷണിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷനിലേക്ക് കടക്കാം. ഇത് നിങ്ങൾ പലരും എഴുതിയിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. അത്യാവശ്യം കട്ടിയുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടുന്നതിന്റെ ആവശ്യകതയെ കുറിച്ച് ബോധവാന്മാരായിട്ടുണ്ടാകും എന്നും കരുതുന്നു. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കോൺസെപ്റ്റ് ഓഫ് പബ്ലിക് ഹെൽത്ത് വാസ് ബോൺ ഇൻ മെസോപ്പൊട്ടോമിയ, റോം, ഗ്രീക്ക്, ചൈനീസ്. ഏതായിരിക്കാം ആൻസർ? നമ്മുടെ പബ്ലിക് ഹെൽത്തിന്റെ കോൺസെപ്റ്റ് ആദ്യമായി തുടങ്ങുന്നത് റോമിലാണ്. അപ്പോൾ റോമുകാര് they were very keen about the sanitations. അപ്പോൾ അവരാണ് ഈ സേഫ് സാനിറ്റേഷൻ അല്ലെങ്കിൽ ബാത്തിങ്ങിന്റെ ആവശ്യകത, സീവേജ്, ഈ അക്വിഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ബ്രിഡ്ജിങ് ആവശ്യകത ഒക്കെ കൊണ്ടുവരുന്നത്. എന്നാൽ മെസോപ്പൊട്ടാമിയൻ സിവിലൈസേഷനെ സംബന്ധിച്ച് അവരുടെ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ അവരെ അറിയപ്പെടുന്നത് തന്നെ they are often called as the cradle of civilization എന്നാണ്. Now coming to the Greek ഫിലോസഫർ ഹിപ്പോക്രാറ്റസിനെ ഞാൻ പ്രത്യേകിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ടുന്ന കാര്യമില്ല. ഹി ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് മെഡിസിൻ എന്നാണ് അറിയപ്പെടുക. അതുപോലെ തന്നെ അദ്ദേഹം ഒരു എപ്പിഡമോളജിസ്റ്റും കൂടെ ആയിരുന്നു. ബട്ട് ഫാദർ ഓഫ് എപ്പിഡമോളജി എന്നറിയപ്പെടുന്നത് ജോൺ സ്നോയാണ്. ഹി വാസ് എ എപ്പിഡമോളജിസ്റ്റ് ടു. അപ്പോൾ നമ്മുടെ എന്തുകൊണ്ടാണ് ഒരു അസുഖം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ അതിന്റെ കാരണം എന്താണ് എന്ന് അദ്ദേഹം നിരന്തരം അന്വേഷിച്ചു വരുന്ന അദ്ദേഹത്തിന്റെ ആ താല്പര്യം കൊണ്ടാണ് അദ്ദേഹത്തിന്റെ എപ്പിഡമോളജിസ്റ്റ് നമ്മൾ പറയുന്നത്. നൗ കമ്മിങ് ടു ദ ഫോർത്ത് ഓപ്ഷൻ, ദാറ്റ് ഈസ് ചൈന. ചൈനീസ് മെഡിസിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ അവിടെ അറിയേണ്ടുന്നത് ദേ ആർ കൺസിഡേർഡ് ആസ് ദ പൈനിയേഴ്സ് ഇൻ ഇമ്മ്യൂണൈസേഷൻ. അതുപോലെ തന്നെ ദ കോൺസെപ്റ്റ്സ് ലൈക്ക് ബെയർ ഫുഡ് ഡോക്ടേഴ്സ്, അക്യുപങ്ക്ചർ, ഇതെല്ലാം കൊണ്ടുവരുന്നത് ആരാണ്? ചൈനീസ് മെഡിസിൻ ആണ്. സോ ഓരോ സിവിലൈസേഷൻസും അവരുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് തന്നിട്ടുണ്ട്. എന്നാൽ പബ്ലിക് ഹെൽത്ത് എന്ന കോൺസെപ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് റോം സിവിലൈസേഷന്റെ സമയത്താണ് എന്ന് നമ്മൾ അറിയുക. ഇത് ക്ലിയർ ആയല്ലോ? അപ്പൊ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 2, എ ന്യൂ ബോൺ എക്സിബിറ്റ് റെസ്പിറേറ്ററി ഡിസ്ട്രസ്, ഡിസ്റ്റൻഷൻ ഓഫ് നെക്ക് പെയിൻ, ലോ BP ആൻഡ് ഡിമിനിഷ്ഡ് ബ്രെത്ത് സൗണ്ട്സ്. മോസ്റ്റ് ലൈക്ലി ഡയഗ്നോസിസ് ഈസ് പൾമണറി എയർ ലീക്ക് സിൻഡ്രം, ഹയാലിൻ മെംബ്രെയിൻ ഡിസീസ്, പ്രൈമറി അത്ലക്ടാസിസ്, ട്രാൻസിയന്റ് ടാക്കിപ്നിയ. ഇത്രയുമാണ് നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസ്. അപ്പോ ഇവിടെ റെസ്പിറേറ്ററി ഡിസ്ട്രസ് എന്നൊരു വേർഡ് കണ്ടതുകൊണ്ട് തന്നെ നിങ്ങളിൽ പലർക്കും ആൻസർ മനസ്സിലായിട്ടുണ്ടാവും. ഓപ്ഷൻ ബി, ഹയാലിൻ മെംബ്രെയിൻ ഡിസീസ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. അപ്പോ എന്താണ് ഹയാലിൻ മെംബ്രെയിൻ ഡിസീസ്? ന്യൂബോൺസിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു ടൈപ്പ് ഓഫ് റെസ്പിറേറ്ററി പ്രോബ്ലം ആണ് ഹയാലിൻ മെംബ്രെയിൻ ഡിസീസ്. അതായത് നമ്മുടെ ലങ് സർഫാക്ടൻസിന്റെ ഇമ്മെച്യൂരിറ്റി, പൾമണറി ആൽവിയോളയിൽ ഉണ്ടാകുന്ന ലങ് സർഫാക്ടൻസിന്റെ ഇമ്മെച്യൂരിറ്റി, അല്ല എങ്കിൽ നമ്മുടെ പൾമണറി ആൽവിയോളയിലെ ഇൻഫ്ലേഷൻ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് കാരണം നമ്മുടെ കുട്ടികളുടെ ലങ്സിന് ഉണ്ടാകാവുന്ന ഒരു ഡിസോർഡർ ആണ് ഹയാലിൻ മെംബ്രെയിൻ ഡിസീസ്. അപ്പോൾ ഇവിടെ ഈ ഒരു കണ്ടീഷൻ പഠിക്കുമ്പോൾ നമ്മൾ ലങ് മെച്യൂരിറ്റി എന്താണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ലങ് മെച്യൂരിറ്റി അസസ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സ്കോറിംഗ് സിസ്റ്റം ഉണ്ട്, ദാറ്റ് ഇസ് സിൽവർമാൻ ആൻഡർസൺ സ്കോറിംഗ്. ഇവിടെ ചെസ്റ്റ് എക്സ്റേ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കുട്ടികളുടെ ചെസ്റ്റ് എക്സ്റേയിൽ കാണാവുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ ആണ് ഗ്രൗണ്ട് ഗ്ലാസ് അപ്പിയറൻസ്. അതുപോലെ തന്നെ ഗ്രൗണ്ട് ഗ്ലാസ് അപ്പിയറൻസ് അല്ല എങ്കിൽ വൈറ്റ് വാഷ് ലങ് എന്നും നമുക്ക് പറയാം. സോ ഈ ഫീച്ചേഴ്സ് എല്ലാം എക്സ്റേയിൽ കാണാൻ സാധിക്കുന്നവയാണ്.
സോ ഇതിന്റെ ഡീറ്റെയിലിംഗ് ആയിട്ട് ഇതിന്റെ തിയറി സെഷൻസ് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. നമ്മുടെ തിയറി ക്ലാസ്സുകളിൽ ഞങ്ങൾ നിങ്ങൾക്ക് കവർ ചെയ്ത് തരുന്നതാണ്. ഇനി മറ്റു ഓപ്ഷൻസ് എന്താണെന്ന് നോക്കാം. പൾമണറി എയർ ലീക്കേജ് സിൻഡ്രോം എന്നാണ് അല്ലെ. അപ്പൊ സിൻഡ്രോം എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് ഡിസോർഡേഴ്സ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ എന്തൊക്കെയായിരിക്കും ആ ഗ്രൂപ്പ് ഓഫ് ഡിസോർഡേഴ്സ്? ദാറ്റ് ഇസ് പൾമണറി ഇന്റർസ്റ്റീഷ്യൽ എംഫൈസീമ, ന്യൂമോതൊറാക്സ്, pseudomediastinum, pneumopericardium, pneumoperiosteum, subcutaneous emphysema. സോ ഇത്രയും കണ്ടീഷൻസിനെ ഒന്നിച്ച് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പൾമണറി എയർ ലീക്ക് സിൻഡ്രോം. പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാം. ചിലപ്പോ കുട്ടികൾക്ക് RDSO അല്ലെങ്കിൽ മെക്കോണിയം ആസ്പിറേഷൻ കാരണമോ അല്ലെങ്കിൽ ഇമ്മാച്യൂരിറ്റി കാരണമോ ഉണ്ടാകാം. അല്ല എങ്കിൽ എന്തെങ്കിലും പ്രൊസീജിയർ ചെയ്യുമ്പോൾ അതായത് ഇൻറ്റുബേഷൻ മാതിരിയുള്ള പ്രൊസീജിയേഴ്സ് ചെയ്യുന്നത് കാരണം ഇത്തരം ഒരു ഡിസോർഡർ ഉണ്ടാവാം. അല്ല എങ്കിൽ കുട്ടികൾക്ക് വെന്റിലേഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് വെന്റിലേറ്റേഴ്സിലാകുന്ന കുട്ടികൾക്കും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. Now coming to the next option, that is primary atelectasis. എന്താണ് primary atelectasis? Total lung collapse-നെയാണ് atelectasis എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ അറ്റ്ലക്ടാസിന് തന്നെ പല ടൈപ്സ് ഉണ്ട്. ലൈക്ക് ഒബ്സ്ട്രക്റ്റീവ് കൊളാപ്സ് ഉണ്ട്, കംപ്രസീവ് കൊളാപ്സ് ഉണ്ട്, ദെൻ അഡ്ഹസീവ് കൊളാപ്സ് ഉണ്ട്. അങ്ങനെ പല ടൈപ്സ് ഉണ്ട്. അപ്പോൾ ദാറ്റ് ഈസ് റിഗാർഡിംഗ് പ്രൈമറി അറ്റ്ലക്ടാസിസ്. അവിടെയും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയില്ല. പിന്നെ വരുന്ന ഫോർത്ത് ഓപ്ഷൻ ട്രാൻസിയന്റ് ടക്കിപ്നിയാണ്. അതായത് വളരെ ഷോർട്ട് ലീവ്ഡ് എന്ന് പറയുമ്പോൾ 48 മണിക്കൂറിനകത്ത് ഉണ്ടാകുന്ന ടക്കിപ്നിയ. സോ ദാറ്റ് ഈസ് റാപ്പിഡ് ബ്രീത്തിങ്. അത് വളരെ ഷോർട്ട് ലീവ്ഡ് ആണ്. പല കുട്ടികൾക്കും വളരെ ഈസിലി അത് ക്യൂർ ചെയ്യുന്ന, ഒരു 12 അല്ലെങ്കിൽ 24 മണിക്കൂറിനകത്ത് ഡെവലപ്പ് ചെയ്തതങ്ങ് സബ്സൈഡ് ചെയ്യുന്ന ഒരു ഡിസോർഡർ ആണ് ട്രാൻസിയന്റ് ഇസ്കീമിയ. അത് യൂഷ്വലി പ്രീടേം ആയിട്ടുള്ള ബേബീസിൽ കാണാൻ സാധിക്കുന്ന ഒരു കണ്ടീഷനും കൂടെയാണ്. അപ്പോൾ ഇവിടെയൊന്നും ഈ റെസ്പിറേറ്ററി ഡിസ്ട്രസ് കാരണം അല്ലെങ്കിൽ വെയിൻ ഡിസ്റ്റൻഷൻ ഉണ്ടാവുകയോ BP ഫോൾ ഉണ്ടാവുകയോ ചെയ്യുന്നില്ല. ബട്ട് ഇത് ഉണ്ടാകുന്ന കണ്ടീഷൻ ഓപ്ഷൻ ബി ഹയലിൻ മെംബ്രെയിൻ ഡിസീസ് ആണ്. Now moving on with the next question, that is question number 3. Bone age is less than chronological age in all except options chondrodystrophies, hypothyroidism, hypopituitarism, malnutrition. അപ്പോൾ ഇവിടെ നിങ്ങൾ അറിയേണ്ടുന്നത് ബോൺ ഏജ് എന്താണ് എന്നുള്ളതാണ്. ക്രോണോളജിക്കൽ ഏജ് എന്താണ്? ഈ രണ്ട് കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ ബോൺ ഏജ് അഥവാ സ്കെലിറ്റൽ ഏജ് എന്ന് നമുക്ക് ഇവിടെ പറയാം. ഈ സ്കെലിറ്റൽ ഏജ് അല്ലെങ്കിൽ ബോൺ ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇത് കണ്ടുപിടിക്കേണ്ട ആവശ്യകത എന്താണ്? സോ സ്കെലിറ്റൽ ഏജ് അഥവാ ബോൺ ഏജ് എന്ന് പറയുന്നത് ദീസ് ആർ ദ ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ദ സ്കെലിറ്റൽ ഡെവലപ്മെന്റ്. ഒരു ഇൻഡിവിജ്വലിന്റെ മെച്യൂരിറ്റിയെ അസസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ സ്കെലിറ്റൽ ഡെവലപ്മെന്റ് അസസ് ചെയ്യാനുള്ള ഒരു മാർഗമാണ് ബോൺ ഏജ് കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത്. എന്നാൽ ക്രോണോളജിക്കൽ ഏജിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു വ്യക്തിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് അസസ് ചെയ്യുന്ന, അയാൾക്ക് എത്ര വയസ്സായി എന്ന് അസസ് ചെയ്യുന്നതാണ് ക്രോണോളജിക്കൽ ഏജ്. അപ്പോ പല കാരണങ്ങൾ കൊണ്ട് ഒരാളുടെ ബോൺ ഏജ് വേരിയേഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതായത് സ്കെലിറ്റൽ മാൽ ഡെവലപ്മെന്റ് ഉണ്ടാവുകയാണെങ്കിൽ കാർട്ടിലേജിന് ഉണ്ടാകുന്ന മാൽ ഡെവലപ്മെന്റ് കാരണം ഉണ്ടാകുന്ന കണ്ടീഷനാണ് കോൺട്രോഡിസ്ട്രോഫീസ് എന്ന് പറയുക. സോ ഇത് ജനറ്റിക് മ്യൂട്ടേഷൻ കാരണം ഉണ്ടാകാവുന്ന ഒരു ഓട്ടോസോമൽ റെസസീവ് ഡിസോർഡർ ആണ്. So correct answer for the question number 3 is chondrodystrophy. Now moving to the other options, hypothyroidism, hypopituitarism and malnutrition. ഇവിടെ ഹൈപ്പോതൈറോയിഡിസം കാരണം ബോൺ മിനറലൈസേഷന്റെ ഹോമിയോസ്റ്റേസിസിനെ ബാധിക്കാം. അത് നമ്മൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. കാരണം ബോൺ മിനറൽ ഡെൻസിറ്റിയെ ബാധിക്കുന്ന ഒരു കാര്യമാണ് തൈറോയിഡിനെ അഫക്ട് ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ വരുന്നത് ഹൈപ്പോപിറ്റുറ്ററിസം എന്ന കണ്ടീഷനാണ്. അപ്പൊ തൈറോയിഡ് ഹോർമോണിനെയും ഗ്രോത്ത് ഹോർമോണിനെയും ബാധിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി എഗെയിൻ അത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ അഫക്ട് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. അവിടെയും ബോൺ മിനറലൈസേഷന് ഡിസ്റ്റർബൻസ് ഉണ്ടാവാം. സോ ഇത് കാരണം എന്തോ ഉണ്ടാകാം, ആളിന് ഓസ്റ്റിയോപോറോസിസ് അല്ലെങ്കിൽ ഓസ്റ്റിയോപീനിയ എന്ന കണ്ടീഷനിലോട്ട് കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്.
പിന്നെ ഫോർത്ത് ഓപ്ഷൻ മാൽ ന്യൂട്രീഷൻ അഥവാ അണ്ടർ ന്യൂട്രീഷൻ ആണ്. സോ എന്താണ്, സ്വാഭാവികമായും ഒരു വ്യക്തിയിൽ അണ്ടർ നറിഷ്ഡ് ആണെങ്കിൽ അത് കാരണം പെട്ടെന്ന് തന്നെ ബോൺ ബ്രിട്ടിലിംഗ് സംഭവിക്കാനോ അല്ലെങ്കിൽ ബോൺ ഫ്രാക്ചർ ഉണ്ടാകാനോ ഉള്ള സാധ്യത കൂടുതലാണ്. കാരണം ബോൺ മാസ് അല്ലെങ്കിൽ ബോൺ ഡെൻസിറ്റി, കാൽഷ്യം ഒക്കെ കുറയുന്നത് കൊണ്ട് തന്നെ വളരെ കുറയാനും ഫ്രാക്ചർ പോലുള്ള കണ്ടീഷൻസ് ഡെവലപ്പ് ചെയ്യാനും സാധ്യതയുണ്ട്. സോ ദ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് കോൺഡ്രോഡിസ്ട്രോഫി ആണ്. ഇപ്പൊ ക്വസ്റ്റ്യൻ നമ്പർ 3 നിങ്ങൾക്ക് ക്ലിയർ ആയി കാണുമെന്ന് കരുതുന്നു. നൗ മൂവിംഗ് ടു ദ ക്വസ്റ്റ്യൻ നമ്പർ 4. സോ ക്വസ്റ്റ്യൻ നമ്പർ 4 നമുക്ക് നോക്കാം. The syndrome of recurrent infection, partial albinism, photophobia and nystagmus are seen in. ഓപ്ഷൻസ് നിങ്ങൾ എത്ര പേര് ഇത് കേട്ട് കാണണം എന്നുള്ളത് അറിയില്ല. പലർക്കും പല ഈ ഓപ്ഷൻസ് എല്ലാം പുതിയതായിരിക്കാം. ബോദിയൻ ഷ്വാൻമാൻ സിൻഡ്രം, ക്രോണിക് ഗ്രാനുലോമാറ്റസ് ഡിസീസ്, ഡൈജോർജ് സിൻഡ്രം, ചേഡിയാക് ഹിഗാഷി സിൻഡ്രം. അപ്പോ ഈ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ചേഡിയാക് ഹിഗാഷി സിൻഡ്രം. അപ്പൊ ഇത് എന്താണ് എന്ന് അറിയണ്ടേ? ഇതൊരു ഓട്ടോസോമൽ റെസസീവ് ആയിട്ടുള്ള ഡിസോർഡർ ആണ്. കാരണം ഇത് വളരെ റെയർലി കാണുന്ന നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ബാധിക്കുന്ന ഒരു കണ്ടീഷനാണ് ചേഡിയാക് ഹിഗാഷി സിൻഡ്രം. അത് കുഞ്ഞുനാളിൽ തന്നെ ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു അസുഖവും കൂടെയാണ്. ഇവിടെ എന്താ സംഭവിക്കുക? ഈ ഒരു അസുഖം ബാധിച്ച ഒരു കുട്ടിക്ക് അവരുടെ ശരീരത്തിലുള്ള പിഗ്മെന്റേഷൻ കുറയുന്നതായി കാണാൻ സാധിക്കും. സോ അതുകൊണ്ട് തന്നെ ഒക്ലോക്യൂട്ടേനിയസ് ആൽബിനിസം, പാർഷ്യൽ ആൽബിനിസം നമ്മുടെ ക്വസ്റ്റ്യനിൽ വന്നതാണ്. സോ ആൽബിനിസം കാണുന്ന റീജിയൻ എന്ന് പറയുന്നത് ഒക്യുലോക്യൂട്ടേനിയസ്, കണ്ണിന് ചുറ്റും നമ്മുടെ ത്വക്കിലും ആയി കാണപ്പെടുന്ന ഒരു എന്തുവാണ്, ഡിക്രീസ് പിഗ്മെന്റേഷൻ ആണ്. ദെൻ നമ്മുടെ ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി അത് ബാധിക്കുന്നത് കൊണ്ട് തന്നെ റെക്കറന്റ് ആയിട്ട് ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ദെൻ ഫോട്ടോഫോബിയ, ദെൻ നിസ്റ്റാഗ്മസ് എന്നിങ്ങനെയുള്ള കണ്ടീഷൻസ് എല്ലാം തന്നെ ഇവിടെ ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇനി മറ്റ് ഓപ്ഷൻസ് നോക്കാം. ബോഡിയൻ ഷ്വാൻമാൻ സിൻഡ്രം അഥവാ ബോഡിയൻ ഡയമണ്ട് ഷ്വാൻമാൻ സിൻഡ്രം എന്നും നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ്. ഇതും വളരെ കൺജനിറ്റലി ഉണ്ടാകുന്ന, റെയർ ആയിട്ട് ഉണ്ടാകുന്ന ഒരു കൺജനിറ്റൽ ഡിസോർഡർ ആണ്. ആൻഡ് ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഇൻസഫിഷ്യൻസി ഇൻ ദ എക്സോക്രൈൻ പാൻക്രിയാറ്റിക് ഫംഗ്ഷൻ. ഇവിടെ ബോൺ മാരോ ഡിസ്ഫങ്ഷൻ, അതുപോലെ തന്നെ സ്കെലിറ്റൽ അബ്നോർമാലിറ്റീസ്, ആളിന് പൊക്കം വെക്കാതിരിക്കുക, ഇങ്ങനെയുള്ള ഫീച്ചേഴ്സ് എല്ലാം ഇവിടെ കാണാൻ സാധിക്കും. ഇത് ഉണ്ടാകാനുള്ള കാരണം എന്താണ്? ജനറ്റിക് മ്യൂട്ടേഷൻ, അതായത് ക്രോമസോം 7 ഉണ്ടാകുന്ന ജനറ്റിക് മ്യൂട്ടേഷൻ കാരണമാണ് ബോഡിയൻ ഷ്വാൻമാൻ സിൻഡ്രം ഉണ്ടാകുക. ഇനി അടുത്ത ഓപ്ഷൻ ആണ് ക്രോണിക് ഗ്രാനുലോമാറ്റസ് ഡിസീസ്. അപ്പൊ ഇതിന് മറ്റു പേരുകളും കൂടെ ഉണ്ട്. ക്രോണിക് ഗ്രാനുലോമാറ്റസ് ഡിസീസ് അഥവാ ബ്രിഡ്ജ് ഗുഡ് സിൻഡ്രം, ക്വേസ് സിൻഡ്രം. ഇതൊരു ഗ്രൂപ്പ് ഓഫ് ഹെറിഡിറ്ററി ഡിസീസ് ആണ്. അപ്പൊ ഇവിടെ ചില ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ സെൽസിന് ഓക്സിജൻ കോമ്പൗണ്ടുമായിട്ട് റിയാക്ട് ചെയ്യാൻ സാധിക്കാതെ വരുന്നു. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? സോ നമ്മുടെ ചില പാത്തജനിക് ഓർഗാനിസത്തിനെ നശിപ്പിക്കാനായിട്ടുള്ള കഴിവ് ഇവിടെ ഇല്ലാതാകുന്നു. സോ ദാറ്റ് ക്യാൻ ലീഡ് ടു എ ഗ്രാനുലോമാറ്റസ് ലീഷൻസ് ഇൻ സർട്ടൺ ഓർഗൻസ്. നെക്സ്റ്റ് ഇസ് ഡൈഗ്രിഗർ സിൻഡ്രം. അപ്പോ ഇതിനെ നമുക്ക് മറ്റൊരു പേരും വിളിക്കാം, ദാറ്റ് ഈസ് 22q11. അതായത് 2 സ്മോൾ ക്രോമസോംസിൽ ഡിലീഷൻ ഉണ്ടാകുന്നത് കാരണം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു അസുഖമാണ് ഡൈജോർജ് സിൻഡ്രം എന്ന് പറയുക. സോ ഇതിന്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് വളരെ വേരിയിങ് ആണ്. എന്തൊക്കെയാണ് ഇതിന്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് കാരണം നമുക്ക് കൺജനിറ്റൽ ഹാർട്ട് പ്രോബ്ലംസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഡെവലപ്മെന്റൽ ഡിലേ കുഞ്ഞുങ്ങളിൽ കണ്ടുവരുന്നുണ്ട്. ദെൻ പലതര സ്പെസിഫിക് ആയിട്ടുള്ള ഫേഷ്യൽ ഫീച്ചേഴ്സ്, ലേണിംഗ് പ്രോബ്ലംസ് എല്ലാം കുഞ്ഞുങ്ങളിൽ ധാരാളമായി കണ്ടുവരുന്നുണ്ട് ഈ ഡൈജോർജ് സിൻഡ്രം ബാധിക്കുന്ന കുട്ടികൾ. അപ്പോ എന്നാൽ ഇപ്പോ ഇത്തരം അസുഖമുള്ള കുട്ടികളിൽ ഒരു 30 അല്ലെങ്കിൽ 20% സ്കിസോഫ്രീനിയയുടെ ചാൻസ് വളരെ കൂടുതലായിട്ടുള്ള ഒരു കണ്ടീഷനും കൂടെയാണ്. എലോങ് വിത്ത് ഈ ലേണിംഗ് ഡിസബിലിറ്റി, ന്യൂറോ മസ്കുലർ ഡിസബിലിറ്റീസും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോ for the fourth question, the syndrome of recurrent infection, partial albinism, photophobia, nystagmus, ഇത് കാണുന്ന കണ്ടീഷൻ ചേഡിയാക് ഹിഗാഷി സിൻഡ്രം എന്ന അസുഖമാണ്. മൂവിംഗ് ഓൺ ടു ദ ക്വസ്റ്റ്യൻ നമ്പർ 5. The intrauteric ridge forming the base of trigonal structure is also called Bell's muscle, Mercer's bar, Rice method, white line of Talden.
അപ്പോൾ ഇത് മെർസീസ് ബാർ ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. അപ്പൊ എന്താണ് മെർസീസ് ബാർ എന്നുള്ളത് അറിയുക. സോ നമ്മുടെ യുറീറ്ററിന്റെ അല്ലെങ്കിൽ യുറീറ്റർ ഓറിഫൈസിന്റെ സൈഡിലായിട്ട് കാണുന്ന ഒരു മ്യൂക്കസ് മെംബ്രെയിൻ ലെയർ ആണ്, അല്ലെങ്കിൽ യുറീറ്റർ ഓറിഫൈസിന്റെ രണ്ട് സൈഡിലും കാണുന്ന ഒരു മ്യൂക്കസ് മെംബ്രെയിൻ ലെയർ ആണ് മെർസീസ് ബാർ. ഇതിനെ ഇന്റർ യുറീറ്ററൽ ഫോൾഡ് എന്ന് നമുക്ക് പറയാം. ഇന്റർ യുറീറ്ററൽ ഫോൾഡ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ്. ഇനി എന്താണ് ബെൽസ് മസിൽ അഥവാ ബെൽ മസിൽ? ഇവിടെ ഒരു മസിൽ ഫൈബർ that is forming slightly around the bladder is called Bell's muscle. Then നമ്മുടെ യുറീറ്ററിന്റെ ഐദർ സൈഡിലും കാണാവുന്ന ഒരു സ്ട്രക്ചറും കൂടെയാണ് ബെൽസ് മസിൽ. ഇനി റൈസ് മെത്തേഡ് എന്ന് പറയുന്നത് ഫ്രാക്ചർ വരുന്ന കേസുകളിൽ, ഓർത്തോ കേസുകളിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു മെത്തേഡാണ് റൈസ് മെത്തേഡ്. വേർ ദ R stands for rest, I stands for ice, C stands for compression and E stands for elevation. Next is white line of Toldon. ഇവിടെ ഇത് കാണുന്നത് നമ്മുടെ അബ്ഡമിനൽ ലാറ്ററൽ വാൾസിന്റെ പരേറ്റൽ പെരിറ്റോണിയത്തിന്റെ ആക്സിയൽ വ്യൂ എടുത്താൽ അവിടെ കാണാൻ സാധിക്കുന്ന ഒരു ലൈനിങ് ആണ്, അല്ലെങ്കിൽ ഒരു കൊളോണിയൽ വിസറൽ പെരിറ്റോണിയത്തിന്റെ ഒരു വാസ്കുലർ പ്ലെയിൻ എടുത്ത് നോക്കിയാൽ അവിടെ കാണുന്ന ഒരു സ്ട്രക്ചർ, അല്ലെങ്കിൽ അവിടെ കാണാൻ സാധിക്കുന്ന ഒരു കണ്ടീഷനാണ് വൈറ്റ് ലൈൻ ഓഫ് ടോൾ. Now moving on to the question number 6. Myiasis refers to foreign body in nose, maggots in nose, fungal infection, tuberculosis. So എന്താണ് മയാസിസ്? മയാസിസ് എന്ന് പറയുന്നത് നമ്മുടെ ലിവിങ് ഓർഗാനിസംസിൽ ഉണ്ടാകാവുന്ന ഒരു പർട്ടിക്കുലർ കൈൻഡ് ഓഫ് ഇൻഫെക്ഷൻ ആണ്. അപ്പൊ ഈ ഇൻഫെക്ഷൻ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? നമ്മുടെ മാഗോട്സിന്റെ ഫ്ലൈ ലാർവയിൽ നിന്നും ഉണ്ടാകുന്ന അസുഖമാണ് മയാസിസ് എന്ന ഇൻഫെക്ഷൻ. അപ്പൊ ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാവും. ഓപ്ഷൻ ബി ആണ് വരുന്ന കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. മാഗോട്സ് ഇൻ ദ നോസ് ഇസ് ദ കറക്റ്റ് ആൻസർ. സോ നമ്മുടെ ഓരോ സ്ഥലത്ത് അഫക്ട് ചെയ്യുന്നതനുസരിച്ചായിരിക്കും ഇതിന്റെ സിംറ്റംസ് വരിക. ഈ മയാസിസ് തന്നെ പല ടൈപ്പിലുണ്ട്. വൺ ഈസ് ക്യൂട്ടേനിയസ് മയാസിസ്. ക്യൂട്ടേനിയസ് മയാസിസ് ആണെങ്കിൽ വളരെ പെയിൻഫുൾ ആണ്. അതുപോലെ തന്നെ വളരെ സ്ലോലി ഡെവലപ്പ് ചെയ്യുന്ന അൾസർ ഫോർമേഷൻ അല്ലെങ്കിൽ ഫറങ്കിൾസ് ആയിരിക്കും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുക. ബട്ട് വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു മയാസിസ് ആണ് ക്യൂട്ടേനിയസ് മയാസിസ്. നെക്സ്റ്റ് ഈസ് ദ നേസൽ മയാസിസ്. സോ നേസൽ മയാസിസ് എന്ന് പറയുമ്പോൾ നേസൽ പാസേജിന് ഉണ്ടാകുന്ന ഒബ്സ്ട്രക്ഷൻ അല്ലെങ്കിൽ വളരെ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു ടൈപ്പാണ് മയാസിസ് ഓഫ് ദ നേസൽ റീജിയൻ. സോ ഇത് it can be followed by edema and fever also. Then next is oral മയാസിസ്. സോ ഓറൽ മയാസിസ് എന്ന് പറയുന്നത് നമുക്കൊരു ക്രോളിംഗ് സെൻസേഷൻ ഉണ്ടാവുക, അല്ലെങ്കിൽ കാതിൽ എപ്പോഴും ഒരു ബസ്സിംഗ് നോയിസ് കേൾക്കുക, അത്തരം ടൈപ്പ് ഓഫ് മയാസിസ് ആണ് ഓറൽ മയാസിസ്. സോ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഈ ഇൻഫെക്ഷൻ നമ്മുടെ കാതിൽ എത്തിക്കഴിഞ്ഞാൽ ഈവൻ അത് ബ്രെയിനിലേക്ക് വരെ സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതയും കൂടെ ഇവിടെ നമുക്ക് തള്ളിക്കളയാനാവില്ല. ഇനി അടുത്ത ടൈപ്പ് മയാസിസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഒഫ്താൽമോ മയാസിസ്. സോ ഒഫ്താൽമോമയാസിസ് റിസൾട്ട് ഇൻ സിവിയർ ഇറിറ്റേഷൻ, അതുപോലെ തന്നെ എഡീമ, പെയിൻ എല്ലാം കണ്ണിൽ ഉണ്ടാകാനുള്ള സാധ്യതയും കൂടെയുണ്ട്. അപ്പൊ ദീസ് ആർ ദ 4 types of മയാസിസ്. ആൻസർ ഫോർ ദ ക്വസ്റ്റ്യൻ നമ്പർ 6 is ഓപ്ഷൻ ബി, maggots in the nose. അപ്പോൾ ഇവിടെ ഉള്ളതിൽ നമുക്ക് ഇതേ പറയാൻ പറ്റത്തുള്ളൂ. ബട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുക 4 ടൈപ്പ് ഓഫ് മയാസിസ് ഉണ്ട് എന്നും കൂടെ അറിഞ്ഞിരിക്കുക. സോ നിങ്ങൾക്ക് തരുന്ന ക്വസ്റ്റ്യനിൽ മാനിഫെസ്റ്റേഷൻസ് അനുസരിച്ച് ആൻസർ തിരഞ്ഞെടുക്കാനും കൂടെ അറിയണമെങ്കിൽ തിയറി പാർട്ട് നന്നായി അറിയുക. ഓക്കെ. Now question number 7. Chondroma is the most common in options cricoid, thyroid, actinoid, epiglottis. So chondroma ഏറ്റവും കൂടുതൽ കാണുന്നത് ഓപ്ഷൻ എ ക്രിക്കോയിഡ് എന്ന ഏരിയയിലാണ്. സോ കോൺട്രോമ വളരെ റെയർ ആയിട്ട് ഉണ്ടാകുന്ന എന്നാൽ വളരെ സ്ലോലി ഗ്രോയിങ് ആയിട്ടുള്ള ഒരു ട്യൂമർ ആണ്. ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് കാർട്ടിലേജ് ഫോം. സോ യൂഷ്വലി ലോങ് ബോട്ട്സിന്റെ മെറ്റാഫേഷ്യൽ പ്ലേറ്റിലാണ് ഇത് ഉണ്ടാവുക. സോ കോമൺ ലൊക്കേഷൻ ഓഫ് ദിസ് കോൺട്രോമ ഡെവലപ്പിംഗ് സൈറ്റ് എന്ന് പറയുന്നത് വൺ ഈസ് പെൽവിസ്, അനദർ ഈസ് പ്രോക്സിമൽ ഫീമർ, ribs,
humerus, tibia and scapula. സോ ഇവിടെയൊക്കെയാണ് യൂഷ്വലി കാണാറ്. എന്നാൽ നമ്മുടെ തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ നമുക്ക് തിരഞ്ഞെടുക്കാവുന്ന ആൻസർ എന്ന് പറയുന്നത് സോഫ്റ്റ് ബോൺ ഏരിയ ആയിട്ടുള്ള ക്രിക്കോയിഡ് കാർട്ടിലേജിലാണ്. Then moving on to the next question, question number 8. Caisson's disease is due to the deficiency of. ന്യൂട്രീഷണൽ പാർട്ടിൽ നിന്നും വരുന്ന ഒരു ചോദ്യമാണ്. Caisson's disease എന്തിന്റെ ഡെഫിഷ്യൻസിയുമായി ബന്ധപ്പെട്ടാണ് അറിഞ്ഞിരിക്കേണ്ടത്? സിങ്ക്, കോപ്പർ, സെലിനിയം, മെഗ്നീഷ്യം ആണ് നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസ്. ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്ന ഉത്തരം ഓപ്ഷൻ സി ആണ്, സെലിനിയം. ഇപ്പോ സെലിനിയം ഡെഫിഷ്യൻസി കാരണം ഉണ്ടാവാം. ആൻഡ് ഇറ്റ് ക്യാൻ ബി ഓൾസോ ഒക്കർ ഡ്യൂ ടു അസോസിയേഷൻ വിത്ത് മ്യൂട്ടേറ്റഡ് സ്ട്രെയിൻ ഓഫ് കോക്സാക്കി വൈറസ്. ഇവിടെ യൂഷ്വലി ഇത് ഇങ്ങനെ ഒരു പേര് വരാൻ കാരണം ചൈനയില് അല്ലെങ്കിൽ ചൈനീസ് കൺട്രിയിലെ നോർത്ത് ഈസ്റ്റേൺ പാർട്ടിൽ ഈ ആളുകൾക്ക് അതിന്റെ ഡെഫിഷ്യൻസി, സെലിനിയത്തിന്റെ ഡെഫിഷ്യൻസി ഉണ്ടാവുകയും അങ്ങനെ ഈ ഡിസീസ് നോട്ടീസ് ചെയ്യുകയുമാണ് ചെയ്തത്. മണ്ണിൽ സെലിനിയത്തിന്റെ പ്രസൻസ് കുറവാകുമ്പോഴാണ് ഇത്തരം ഡെഫിഷ്യൻസി ആളുകളിൽ അസുഖമായി കാണുക. ഇനി സെലിനിയം ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകാൻ ഈ കേസൻസ് ഡിസീസ് വന്നാൽ എന്താ ഉണ്ടാവുക? ഗ്രോത്ത് ആൻഡ് റീപ്രൊഡക്ഷനെയാണ് അത് ബാധിക്കുക എന്നുള്ളതാണ്. ദെൻ ഇനി സെലിനിയം കുറഞ്ഞു കഴിഞ്ഞാൽ, സെലിനിയം നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ അത് കാരണം ഡിപ്രസ്ഡ് മൂഡ് ഉണ്ടാവാം, ആൻസൈറ്റി, കൺഫ്യൂഷൻ, ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി പിന്നെ ഓപ്ഷനിലുള്ള എന്താണ്? സിങ്കിന്റെ ഡെഫിഷ്യൻസി അല്ലെ. അപ്പൊ സിങ്ക് എന്ന് പറയുന്നത് ഇൻസുലിൻ ഉൽപാദനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, വളരെ അടുത്ത് നിൽക്കുന്ന ഒരു ഹോർമോൺ അല്ലെങ്കിൽ ഒരു മിനറൽ ആണ് സിങ്ക് എന്ന് പറയുന്നത്. സിങ്കിന്റെ ഡെഫിഷ്യൻസി കാരണം അലോപേഷ്യ, ഡെർമറ്റൈറ്റിസ് എന്നിങ്ങനെയുള്ള കണ്ടീഷൻസ് ആണ് ഉണ്ടാകുക. മറ്റൊരു ഓപ്ഷൻ തന്നിട്ടുള്ളത് കോപ്പറിന്റെ ഡെഫിഷ്യൻസി ആണ്. അപ്പൊ നമ്മുടെ ശരീരത്തിലെ ഹീമോഗ്ലോബിൻ മെയിൻറ്റെയിൻ ചെയ്യാൻ ഏറ്റവും അധികം വേണ്ടുന്ന ഒരു മൈക്രോ മിനറൽ ആണ് അയൺ. എന്നാൽ അയണിനെ പോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എലമെന്റും കൂടെയാണ് കോപ്പർ. ഈ അയണും കോപ്പറും ചേർന്നിട്ടാണ് ഈ ഹീമോഗ്ലോബിൻ അല്ലെങ്കിൽ അയൺ ട്രാൻസ്പോർട്ടേഷന് സഹായിക്കുക, ഹീമോഗ്ലോബിന്റെ ട്രാൻസ്പോർട്ടേഷൻ. അതുകൊണ്ട് തന്നെ കോപ്പർ ഡെഫിസിറ്റ് ആവുകയാണെങ്കിൽ അവിടെ അനീമിയ ഉണ്ടാകാം, അല്ലെങ്കിൽ WBC കൗണ്ട് കുറഞ്ഞുകൊണ്ട് ഈ ഇമ്മ്യൂണോ കോംപ്രമൈസ് ആയിട്ടുള്ള പേഷ്യൻസ് പെട്ടെന്ന് ഇൻഫെക്ഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ദെൻ മെഗ്നീഷ്യത്തിന്റെ ഡെഫിഷ്യൻസി. സോ മെഗ്നീഷ്യത്തിന്റെ ഡെഫിഷ്യൻസി കുറഞ്ഞാൽ അത് തീർച്ചയായും അത് ബോണിന്റെ ആണ് അഫക്ട് ചെയ്യുക, ബോണിന്റെ മിനറലൈസേഷനെ ആയിരിക്കും അഫക്ട് ചെയ്യുക എന്നുള്ളത് അറിയുക. ക്വസ്റ്റ്യൻ നമ്പർ 8 കഴിഞ്ഞു. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 9 ഡിസ്കസ് ചെയ്യാം. ഗ്രോമറ്റ് ഈസ് യൂസ്ഡ് ഇൻ. ഗ്രോമറ്റ് എവിടെയാണ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഓപ്ഷൻസ് ഗ്ലൂ ഇയർ, ASOM acute suppurative otitis media, cholesteatoma, chronic suppurative otitis media. ഇപ്പോ ഗ്ലോമറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു വെന്റിലേഷൻ ട്യൂബാണ്. ഇത് സാധാരണയായി ഗ്ലൂ ഇയറിന്റെ ട്രീറ്റ്മെന്റിനാണ് ഗ്രോമറ്റ് യൂസ് ചെയ്യുക. അപ്പൊ ഗ്ലൂ ഇയർ അഥവാ ഒട്ടൈറ്റിസ് മീഡിയ or chronic non-suppurative otitis media എന്നിങ്ങനെ നമുക്ക് സിനോണിമസ് ആയിട്ട് പറയാം. സോ എന്നാലും ഇത് ഈ ഗ്രോമറ്റ് തന്നെ പല ടൈപ്പിലുള്ള ഗ്രോമറ്റ്സ് ഉണ്ട്. ഒന്ന് ഷെഫാർഡ്സ് ഗ്രോമറ്റ്, നെക്സ്റ്റ് ഈസ് ആംസ്ട്രോങ്സ് ഗ്രോമറ്റ്, നെക്സ്റ്റ് ഈസ് ഡൊണാൾഡ്സൺസ് ഗ്രോമറ്റ്, നെക്സ്റ്റ് ഈസ് ഷാർട്സ് ഗ്രോമറ്റ്. സോ ഇതൊരു ഡം ബെൽ ഷേപ്പിൽ ഇരിക്കുന്ന ഒരു സ്ട്രക്ചർ ആണ്. നമ്മുടെ കാതിനകത്ത് പ്ലേസ് ചെയ്യുന്നതാണ്. അപ്പൊ ആ സ്റ്റിക്കിങ് അല്ലെങ്കിൽ ആ ഗ്ലൂയിങ് എന്ന പ്രോപ്പർട്ടി കുറയ്ക്കുകയും ആ കാതിന്റെ അകത്തുള്ള ഒരു വെന്റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കാതിനകത്ത് പ്ലേസ് ചെയ്യുന്ന ഒരു ടെഫ്ലോൺ മെയ്ഡഡ് ആയിട്ടുള്ള സംഗതിയാണ് ഈ ഗ്രോമറ്റ് എന്ന് പറയുക, മനസ്സിലാക്കുക. അപ്പൊ ഇത് കൂടുതലായിട്ട് ഇതിന്റെ ഒരു സ്റ്റേയിങ് എന്ന് പറയുന്നത് നമുക്ക് 2 ടൈപ്പ് ഓഫ് ഗ്രോമറ്റ് ഉണ്ട്, അതും കൂടെ ഞാൻ പറയണം. അപ്പോ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞത് അത്രയും ഒരു ഗ്രൂപ്പിൽ വരുന്നതാണ്. എന്നാൽ മറ്റൊരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് T-ഷേപ്ഡ് ഗ്രോമറ്റ്സ് ആണ്. ഈ T-ഷേപ്ഡ് ഗ്രോമറ്റ്സിന്റെ
ലെങ്ത് ഓഫ് ഡ്യൂറേഷൻ വളരെ കൂടുതലാണ്. അതായത് അറ്റ്ലീസ്റ്റ് 2 years എങ്കിലും ഇതിനൊരു സ്റ്റേ ബാക്ക് ഉണ്ട്. എന്നാൽ ഇവിടെ ഈ പറഞ്ഞിട്ടുള്ള സ്ട്രക്ചേഴ്സിനെല്ലാം വിത്തിൻ 1 year ആണ് അതിന്റെ ഒരു കാലാവധി എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 10ലേക്ക് പോവാം. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും. ക്വസ്റ്റ്യൻ നമ്പർ 10, ദ പൈനിയേഴ്സ് ഓഫ് ഇമ്മ്യൂണൈസേഷൻ. ഓൾറെഡി ഞാൻ ക്വസ്റ്റ്യൻ നമ്പർ 1മായി ചേർത്തുകൊണ്ട് ഞാൻ അതിന്റെ ആൻസർ പറഞ്ഞു തന്നതാണ്. പൈനിയേഴ്സ് ഓഫ് ഇമ്മ്യൂണൈസേഷൻ എന്നറിയപ്പെടുന്നത് ചൈനീസ് മെഡിസിൻ ആണ്. അതുപോലെ തന്നെ ബെയർ ഫുഡ് ഡോക്ടേഴ്സ്, അക്യൂപഞ്ചർ എന്നിങ്ങനെയുള്ള കോൺസെപ്റ്റ്സ് കൊണ്ടുവരുന്നതും ചൈനീസ് മെഡിസിൻ ആണ്. സോ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 11, നോൺ സെഡേറ്റീവ് ആന്റി ഹിസ്റ്റമിനിക് ഡ്രഗ് ഏതാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ തന്നിട്ടുള്ളത് ഡൈഫെൻഹൈഡ്രമിൻ, പ്രോമെത്താസിൻ, അസ്റ്റിമിസോൾ, ക്ലോർഫിനറമൈൻ എന്നിങ്ങനെയുള്ള ഓപ്ഷൻസ് ആണ്. സോ ഓപ്ഷൻ 11ന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, അസ്റ്റിമിസോൾ ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. സോ അവിടെ പറയുമ്പോൾ നമ്മൾ അറിയേണ്ടുന്നത് പ്രധാനമായിട്ടും നമുക്ക് ഈ ആന്റി ഹിസ്റ്റമിൻസ് എന്ന് പറയുന്നത് 4 ടൈപ്പ് ഓഫ് ആന്റി ഹിസ്റ്റമിൻസ് ആണ്. ദാറ്റ് ഈസ് H1, H2, H3 ആൻഡ് H4 ഡ്രഗ്സ് ആണ് നമുക്കുള്ളത്. അതില് ഈ അസ്റ്റിമിസോൾ എന്ന ഗ്രൂപ്പ് വരുന്നത് വെരി ലോ ആന്റി ഹിസ്റ്റമിനിക് എഫക്റ്റ് ഉള്ള കാറ്റഗറിയിലാണ് ഈ അസ്റ്റിമിസോള് വരുന്നത്. ബാക്കി എല്ലാം തന്നെ ഇപ്പോ ഫസ്റ്റ് ജനറേഷൻ അല്ലെങ്കിൽ H1 ആന്റി ഹിസ്റ്റമിനിക് കാറ്റഗറിയിൽ വരുന്നതാണ്. ഡൈഫെൻഹൈഡ്രമിൻ, പ്രോമെത്തസിൻ, ക്ലോർപ്രോമസിൻ എല്ലാം ക്ലോർഫിനറമൈൻ എല്ലാം ഫസ്റ്റ് ജനറേഷനിൽ വരുന്നതാണ്. എന്നാൽ സെക്കൻഡ് ജനറേഷനിൽ വരുന്നവയാണ് എന്താണ് ഈ അസ്റ്റിമിസോൾ, സെട്രസിൻ എന്നിങ്ങനെ ഗ്രൂപ്പ്. ഇനി ഇതിന്റെ തന്നെ ന്യൂവർ ജനറേഷൻ ഉണ്ട്. അതായത് സെക്കൻഡ് ജനറേഷന്റെ തന്നെ ന്യൂവർ വേർഷനിൽ വരുന്നതാണ് ലീവോസിട്രസിൻ. ഈ ഡ്രഗ് നിങ്ങൾ പലരും എന്തുവാണ് കേട്ടിട്ടുള്ളതും യൂസ് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു ഡ്രഗ് ആയിരിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 12. The most reliable landmark in otoscopy is. ഒരു ഓട്ടോസ്കോപ്പി ചെയ്യുമ്പോൾ ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള ലാൻഡ്മാർക്ക് എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ എ ഹാൻഡിൽ ഓഫ് മാലിയസ്, ഓപ്ഷൻ ബി അംബോ, ഓപ്ഷൻ സി കോൺ ഓഫ് ലൈറ്റ് ആൻഡ് ഓപ്ഷൻ ഡി ലാറ്ററൽ പ്രോസസ് ഓഫ് മാലിയസ്. ഓപ്ഷൻ ഡി അംബോ ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. സോ ഈ ഓട്ടോസ്കോപ്പിക് എക്സാമിനേഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ എക്സ്റ്റേണൽ ഓഡിറ്ററി കനാലിനെ ടിംഫാനിക് മെമ്പറൈൻ ഇൻസ്പെക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് ഓട്ടോസ്കോപ്പിക് എക്സാമിനേഷൻ എന്ന് പറയുക. അപ്പൊ അതിന്റെ ഏറ്റവും റിലയബിൾ മാർക്കർ എന്ന് പറയുന്നത് അംബോ ആണ്. ദെൻ ഹാൻഡിൽ ഓഫ് മാലിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സോ ഇറ്റ് ഈസ് അറ്റാച്ച്ഡ് ടു ദ സെന്റർ ഓഫ് ദ ടിംഫാനിക് മെമ്പറൈൻ. ദെൻ കോൺ ഓഫ് ലൈറ്റ് ആർ ലൈറ്റ് റിഫ്ലെക്സ് എന്ന് നമുക്ക് പറയാം. സോ റൈറ്റ് ഇയർ അല്ലെങ്കിൽ റൈറ്റ് ടിംഫാനിക് മെമ്പറൈനിൽ ഇത് 5 o'clock പൊസിഷനിലാണ് ഇരിക്കുക. എന്നാൽ ലെഫ്റ്റ് ടിംഫാനിക് മെമ്പറൈനിൽ ഇത് 7 o'clock പൊസിഷനിലാണ് കാണപ്പെടുക, കോൺ ഓഫ് ലൈറ്റ്. ഓക്കെ, നൗ മൂവിംഗ് ഓൺ ടു ദ 13th ക്വസ്റ്റ്യൻ. ഒപ്പിയോയിഡ് അനാൽജസിക്സ് ഇൻഹിബിറ്റ് ദ റിലീസ് ഓഫ്. ഒപ്പിയോയിഡ് അനാൽജസിക്സ് എന്തിന്റെ റിലീസിനെയാണ് ഇൻഹിബിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ ബി ലൂട്ടനൈസിങ് ഹോർമോണിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ ഒപ്പിയോയിഡ് അനാലിസിക് സാധാരണയായി ആക്ട് ചെയ്യുന്നത് അതിന്റെ മ്യൂ, കെ ആൻഡ് ഡെൽറ്റ റിസപ്റ്റേഴ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ടാണ് ഒപ്പിയോയിഡ് അനാലിസിക്സ് ആക്ട് ചെയ്യുക. ലൈക്ക് നമ്മുടെ മോർഫിൻ, ഇതെല്ലാം ഒപ്പിയോയിഡ് കാറ്റഗറിയിൽ വരുന്ന ഡ്രഗ്സ് ആണ്. അപ്പൊ ഈ ഒപ്പിയോയിഡ് ഡ്രഗ്സിന്റെ ആന്റഗോണിസ്റ്റ് എന്ന് പറയുന്നത് നലാക്സോൺ ആണ്. അപ്പോൾ ഇത് ശരിക്കും നമ്മുടെ ഹൈപ്പോതലാമസിൽ ഡയറക്ട്ലി ആക്ട് ചെയ്യുകയാണ്. ആക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ഗ്രോത്ത് റിലീസിങ് ഹോർമോണിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇത് ലൂട്ടനൈസിങ് ഹോർമോണിനെ അഡ്വേഴ്സ്ലി അഫക്ട് ചെയ്യുകയും കൂടെ ചെയ്യുന്നുണ്ട്. എന്നാൽ ഒരു മെയിൽ ബോഡി സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ സബ്സിക്വന്റ് ആയിട്ട് ടെസ്റ്റോസ്റ്റിറോൺ സിന്തസിസ് ആൻഡ് സെക്രീഷനെയും കൂടെ അഫക്ട് ചെയ്യും. Question number 14. A patient has been admitted in the hospital with gastroenteritis. During assessment, the nurse is expected to find. Gastroenteritis ആയിട്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരു പേഷ്യന്റ് വന്നാൽ നമ്മുടെ അസസ്മെന്റ് എന്തായിരിക്കണം? ഹൈപ്പോ ആക്റ്റീവ് ബവൽ സൗണ്ട്, ഹൈപ്പർ ആക്റ്റീവ് ബവൽ സൗണ്ട്, റിജിഡ് ആൻഡ് ബ്രോഡ് ലൈക്ക് അബ്ഡമൻ ആൻഡ് റീബൗണ്ടിങ് ടെൻഡർനെസ്. യൂഷ്വലി ഗ്യാസ്ട്രോഎൻറ്ററൈറ്റിസ് എന്ന കണ്ടീഷൻ വന്നാൽ അവിടെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ബവൽ സൗണ്ട് എന്ന് പറയുന്നത് ഹൈപ്പർ ആക്റ്റീവ് ബവൽ സൗണ്ട് ആണ്. അപ്പോൾ എപ്പോഴൊക്കെയാണ് ബവൽ സൗണ്ട് ഹൈപ്പർ ആക്റ്റീവ് സ്റ്റേറ്റിൽ കാണപ്പെടുക? രണ്ട് സമയങ്ങളിലാണ്. ഒന്ന്, പേഷ്യന്റിന്
കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ ഡയറി ആണ് എങ്കിൽ, അതുപോലെ തന്നെ നല്ല അപ്പറ്റൈറ്റ് എടുത്തിരിക്കുന്ന സമയത്താണേലും അല്ലെങ്കിൽ ആഫ്റ്റർ ഈറ്റിംഗ് ദഹനം നടക്കുന്ന സമയത്ത്, ഭക്ഷണം കഴിച്ചു കഴിയുന്ന സമയത്താണെങ്കിലും ബൗൾ സൗണ്ട്സ് കൂടുതലായി കേൾക്കാൻ സാധിക്കാറുണ്ട്. എന്നാൽ ബൗൾ സൗണ്ട് കുറയുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെയാണ്? അതായത് ഹൈപ്പോ ആക്റ്റീവ് ബൗൾ സൗണ്ട്സ് കേൾക്കുന്ന സമയം എന്ന് പറയുന്നത് നോർമലി നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ബൗൾ സൗണ്ട്സ് കുറവായിരിക്കും. അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ പ്രശ്നമുള്ള ആളുകൾക്ക് ബൗൾ സൗണ്ട് എടുത്തു കഴിഞ്ഞാൽ അത് ഹൈപ്പോ ആക്റ്റീവ് ബൗൾ സൗണ്ട്സ് ആയിരിക്കും. ഇനി റീബൗണ്ടിങ് ടെൻഡർനെസ് കാണുന്ന അപ്പൻഡിസൈറ്റിസിന്റെ ഒരു സൈനായിട്ട് നമ്മൾ പഠിക്കുന്നതാണ് റീബൗണ്ടിങ് ടെൻഡർനെസ് ഒക്കെ. ഓക്കെ, അപ്പോ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്ലിയർ ആയെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 15. The most frequent complication arising from hyperviscosity of polycythemia is thrombosis, cardiomyopathy, pulmonary fibrosis and leukemia. ഓ, ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ത്രോംബോസിസ് ആണ്. എന്തുകൊണ്ടാണ് ത്രോംബോസിസ്, അല്ലെങ്കിൽ എന്താണ് ത്രോംബോസിസ് എന്ന് പറയുന്നത്? സോ there is a preponderance between this arterial and venous thrombosis. So polycythemia എന്ന് പറഞ്ഞാൽ എന്താണ്? So increase in the concentration of HB in blood. അവിടെ ഐദർ ഇത് കാരണം നമുക്ക് പ്ലാസ്മ വോളിയം കുറയാം, അല്ല എങ്കിൽ റെഡ് സെൽസ് കൂടുതലായി കാണപ്പെടാം, ആൻഡ് ബ്ലഡ് തിക്നെസ് കാണാം. അതുകൊണ്ട് തന്നെ ബ്ലഡ് ഫ്ലോ കുറയാനുള്ള സാധ്യതയും കൂടുതലാണ്. സോ ഇത് കാരണം നമുക്ക് മറ്റു കോംപ്ലിക്കേഷൻസ്, ഇതുമായി ബന്ധപ്പെട്ട് തന്നെ വരാൻ സാധ്യതയുള്ള മറ്റു കോംപ്ലിക്കേഷൻസ് ആണ് സ്പ്ലീൻ എൻലാർജ്മെന്റ് ഉണ്ടാവാം, ലുക്കീമിയ എന്ന കണ്ടീഷൻ ഡെവലപ്പ് ചെയ്യാനും സാധ്യതയുണ്ട്. Then question number 16. The nurse, while taking care of a patient with cervical level spinal cord injury, should give priority to the following nursing diagnosis. Cervical injury വരുന്നാൽ നമ്മൾ എന്തായിരിക്കണം നഴ്സിംഗ് പ്രയോറിറ്റി കൊടുക്കേണ്ടുന്നത്? ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ പലർക്കും ആൻസർ കിട്ടിയിട്ടുണ്ടാവും. ഓപ്ഷൻ ബി ഇൻഎഫക്റ്റീവ് എയർവേ ക്ലിയറൻസ്, അല്ലെ? അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഓപ്ഷനിലേക്ക് പോകുന്നതെന്ന് അറിയണമെങ്കിൽ നമ്മൾ അതിന്റെ ഒരു ഫങ്ഷൻസ് എന്തൊക്കെയാണ്, സർവൈക്കൽ സ്പൈനൽ കോഡിലെ ഇഞ്ചുറിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാം. നമുക്ക് C1 to C7 ആണ്, എന്തുവാണ് C7 or C8 വരെയാണ് സർവൈക്കൽ 7 സർവൈക്കൽ എന്നാണ് പറയുക. C1 to C4 ആണെങ്കിൽ ലിംസിനെല്ലാം 4 ക്വാഡ്രിപ്ലീജിയാണ് ഉണ്ടാവുക. അതുപോലെ റെസ്പിറേറ്ററി ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ പേഷ്യന്റിന് മെക്കാനിക്കൽ വെന്റിലേഷൻ കൊടുക്കേണ്ടുന്ന സാഹചര്യമുണ്ട്. എന്നാൽ C5 C6 പാരാലിസിസ് ഓഫ് ദ റിസ്റ്റ്, ഹാൻഡ് ആൻഡ് ദ ട്രൈസെപ്സ് ആണ്. വേറെ C7 എടുത്തു കഴിഞ്ഞാൽ ഹാൻഡ് മസിൽസിന് വീക്ക്നെസ് ഉണ്ടാകുന്നു, ഗ്രാസ്പ് ചെയ്യാനും റിലീസ് ചെയ്യാനും എല്ലാം തന്നെ ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യുന്നു. ഇത് മോട്ടോർ ഫംഗ്ഷനെ ബാധിക്കുന്ന കാര്യമാണ്. എന്നാൽ റെസ്പിറേറ്ററി ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ സെക്രീഷൻസ് ക്ലിയർ ആയിരിക്കും, ബട്ട് ചുമയ്ക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് കാണാൻ സാധിക്കും. സോ ഇവിടെ നിന്ന് നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യന്റെ ആൻസർ ഊഹിക്കാവുന്നതേ ഉള്ളൂ. സോ ഇൻഎഫക്റ്റീവ് എയർവേ ക്ലിയറൻസ്, സർവൈക്കൽ സ്പൈനൽ കോഡ് ഇഞ്ചുറി ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കൊടുക്കേണ്ടുന്ന പ്രയോറിറ്റി എന്ന് പറയുന്നത് എയർവേക്ക് എത്രത്തോളം അഫക്റ്റ് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. Question number 70. When variables are not measured, which of the following is to be represented? Nominal, ordinal, interval and ratio scale. So നമ്മുടെ സ്കെയിൽ ഓഫ് മെഷർമെന്റ്സിൽ ഡിപെൻഡന്റ് വേരിയബിൾസിനെ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് സ്കെയിൽ ഓഫ് മെഷർമെന്റ്സ്. അത് യൂഷ്വലി നമുക്ക് 4 സ്കെയിൽ ഓഫ് മെഷർമെന്റ്സ് ആണ് ഉള്ളത്: നോർമിനൽ, ഓർഡിനൽ, ഇന്റർവെൽ ആൻഡ് ദ റേഷ്യോ സ്കെയിൽ. ഇതില് നമ്മുടെ ചോദ്യത്തിന്റെ കറക്റ്റ് ഉത്തരം ഓപ്ഷൻ എ ആണ്. ഇവിടെ നോമിനൽ ആൻഡ് ഓർഡിനൽ സ്കെയിൽ എന്ന് പറയുന്നത് ദേ ബോത്ത് ആർ ക്വാളിറ്റേറ്റീവ് മെഷേഴ്സ്. സോ രണ്ടും ക്വാളിറ്റേറ്റീവ് മെഷേഴ്സ് ആണ്. സോ ക്വാളിറ്റേറ്റീവ് മെഷേഴ്സ് എന്ന് പറയാൻ കാരണം എന്താണ്? സോ നോമിനൽ സ്കെയിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അവിടെ വേരിയബിൾസിനെ ക്ലാസിഫൈ ചെയ്യുന്നത് സിംപ്ലി ബൈ ദ ഓർഡർ ഓഫ് നെയിം, സ്റ്റേറ്റ്, എഡ്യൂക്കേഷൻ, സെക്സ് എന്നിങ്ങനെ പറഞ്ഞിട്ട് സ്റ്റേറ്റ് ഓഫ് റെസിഡൻസ് എന്നിങ്ങനെയുള്ള കാറ്റഗറിയിലായിരിക്കും നോമിനൽ സ്കെയിൽ മെഷർ ചെയ്യുക. എന്നാൽ ഓർഡിനൽ സ്കെയിൽ എടുത്തു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ റാങ്കിങ് വരുന്നത് റാങ്ക് ഓർഡർ എങ്ങനെയാണ്, ക്ലാസ്സിൽ ഒരു കുട്ടിയുടെ ഗ്രേഡ് എങ്ങനെയാണ്, അത്തരത്തിൽ കാറ്റഗറൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഓർഡിനൽ സ്കെയിൽ എന്നാണ് പറയുക. നെക്സ്റ്റ് ഈസ് ഇന്റർവെൽ ആൻഡ് റേഷ്യോ സ്കെയിൽ. ഇന്റർവെൽ ആൻഡ് റേഷ്യോ സ്കെയിൽ എന്ന് പറയുന്നത് ബോത്ത് ആർ ക്വാണ്ടിറ്റേറ്റീവ് മെഷർമെന്റ്സ്. So they are measurement in numericals.
സോ ഇവിടെ എന്താ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇന്റർവെൽ സ്കെയിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ there we can find an arbitrary zero value, അതായത് -3, -2, -1, 0, 1, 2, 3 ഇങ്ങനെ നമ്മൾ എഴുതി മെഷർ ചെയ്യുന്നതിന് ഇന്റർവെൽ സ്കെയിൽ ആയിട്ടും. എന്നാൽ റേഷ്യോ സ്കെയിൽ എന്ന് പറയുമ്പോൾ there is a fixed zero, ഡെഫിനിറ്റ് 0 പോയിന്റ് കാണാൻ സാധിക്കുന്ന സ്കെയിലാണ് റേഷ്യോ സ്കെയിൽ. അപ്പോ നമുക്ക് സോളിഡ് ആയിട്ട് പറയാൻ പറ്റും. ഇപ്പോ ഒരു packet chocolate എടുത്തിട്ട് അതിന്റെ വെയിറ്റ് നോക്കാം. So the weight we are getting is a definite value. So that is an example for ratio scale. So when variables are not measured, which of the following is to be represented as a nominal scale? Of course. Then next question, best method of variability is mean, median, range, standard deviation. So option B ആണ് ഇവിടെ വരുന്ന കറക്റ്റ് ഉത്തരം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് ആവറേജ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ മീൻ ഡിസ്റ്റൻസ് ഫ്രം ദ മീൻ. ഓക്കെ, ആവറേജ് ഡിസ്റ്റൻസ് ഫ്രം ദ മീൻ ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുക. ഇനി മീൻ, മീഡിയൻ, മോഡ്, ഈ മൂന്ന് കാര്യങ്ങളും എന്തിൽ വരുന്നതാണ്? മീൻ, മീഡിയൻ, മോഡ് എന്ന് പറയുന്നത് ദേ ആർ ദ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി അല്ലെ. എന്നാൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹയസ്റ്റ് ആൻഡ് ലോവസ്റ്റ് വാല്യൂ. ഇപ്പോ ഇത് പ്രധാനമായിട്ടും നമുക്ക് 4 മെത്തേഡ് ഓഫ് വേരിയബിൾസ് ആണുള്ളത്. സ്റ്റാൻഡേർഡ് റേഞ്ച് ഉണ്ട്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഉണ്ട്, ഇന്റർ ക്വാർട്ടൈൽ റേഞ്ച് ഉണ്ട്. അപ്പൊ ഇതിന്റെ തിയറി പാർട്ട് പഠിച്ചാൽ മാത്രമേ അതിന്റെ ഡീറ്റെയിലിംഗ് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. സോ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തിയറി ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷന്റെ അകത്ത് നിർത്താൻ പറ്റുന്ന ഒരു ഡിസ്കഷൻ അല്ല. സോ ക്വസ്റ്റ്യൻ നമ്പർ 19, മോർട്ടാലിറ്റി എക്സ്പീരിയൻസ് ഈസ് ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ വെൻ ഫൈൻഡിങ് ദ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ജനറൽ ഫെർട്ടിലിറ്റി റേറ്റ് ആണ് കറക്റ്റ് ആയിട്ട് വരുന്ന ഉത്തരം. ഓക്കെ, question number 20, in which one pair indicates a vicious cycle of cardiac deterioration is set up in cardiogenic shock? Options: ventricular force, cardiac output, venous return, right atrial pressure, atrial wall peripheral resistance, atrial pressure, coronary blood flow. ഈ ഒരു ഓപ്ഷൻസ് ആണ് തന്നിട്ടുള്ളത്. ആൻഡ് ഇവിടെ വരാൻ സാധ്യതയുള്ള കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ, വെൻട്രിക്കുലർ ഫോഴ്സ് ആൻഡ് കാർഡിയാക് ഔട്ട്പുട്ട് ആണ്. അപ്പൊ ഇവിടെ നമ്മൾ അറിയേണ്ടുന്നത്, ഒരു കാർഡിയോജനിക് ഷോക്ക് വന്നാൽ നമുക്ക് അതിന് 2 സ്റ്റേജസ് ആണ് നമുക്ക് പ്രധാനമായിട്ടും അറിയേണ്ടുന്നത്. ഒന്ന് കോമ്പൻസേറ്ററി ഫേസും ഉണ്ട്, ഡീകോമ്പൻസേറ്ററി ഫേസും ഉണ്ട്. അപ്പൊ വിഷ്യസ് സൈക്കിൾ വരുന്നത് അതിന്റെ ഡീകോമ്പൻസേറ്ററി സ്റ്റേജിലാണ്. ഓക്കെ, ഇവിടെ കാർഡിയാക് ഔട്ട്പുട്ട് കുറയുന്നു, വെൻട്രിക്കുലർ എന്തുവാണ് ഫോഴ്സ് കുറയുന്നു. വെൻട്രിക്കിൾസിന്റെ ഫോഴ്സ് കുറയുന്നത് കൊണ്ട് തന്നെ കാർഡിയാക് ഔട്ട്പുട്ടിന്റെ ഫോഴ്സ് കുറയുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ ഒരു സൈക്കിൾ നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാർഡിയാക് ഔട്ട്പുട്ട് കുറയുന്നു, അതുപോലെ തന്നെ നമ്മുടെ സിസ്റ്റം, നമ്മുടെ വെൻട്രിക്കിൾസിന്റെ കൺട്രാക്ഷനും കുറയുന്നു. അപ്പൊ അത് കാരണം എന്തുണ്ടാവുന്നു? ഹൈപ്പോ ടെൻഷൻ ഡെവലപ്പ് ചെയ്യുന്നു, സിസ്റ്റമിക് പെർഫ്യൂഷൻ ഡിക്രീസ് ചെയ്യുന്നു, കൊറോണറി പെർഫ്യൂഷൻ കുറയുന്നു. ഇത് കാരണം എന്താ സംഭവിക്കുക? കോമ്പൻസേറ്ററി ആയിട്ട് വാസോ കൺസ്ട്രക്ഷൻ സംഭവിക്കുന്നു. ദെൻ വാസോ കൺസ്ട്രക്ഷൻ സംഭവിച്ച് അവിടെ ബ്ലഡ് കുറയുകയാണെങ്കിൽ സ്വാഭാവികമായും ഇസ്കീമിയ ഉണ്ടാവുന്നു, മയോകാർഡിയൽ ഫംഗ്ഷൻ ഇമ്പയർഡ് ആവുന്നു അല്ലെ. മയോകാർഡിയൽ ഫംഗ്ഷൻ ഇമ്പയർഡ് ആവുന്നു. സോ ഇതാണ് ആ ഒരു സർക്യൂട്ട് എന്ന് പറയുന്നത്. Okay, so here the answer is option A, ventricular force and cardiac output is getting decreased. So vicious cycle of cardio deterioration it comes in the decompensatory stage. Next is question number 21, the correct value of refractory index of air. Options is 1.001, 1.003, 1.009 and 1.010 എന്നുള്ളതാണ്. അപ്പോൾ ഇത് റിഫ്രാക്ടറി ഇൻഡെക്സ് ഓഫ് എ മെറ്റീരിയൽ എന്ന് പറയുന്നത് ലൈറ്റിന്റെ ആ ഒരു സ്പീഡ് ഡിസ്റ്റൻസ് എന്നുള്ളതാണ്. അപ്പൊ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമുല എന്ന് പറയുന്നത് ഇറ്റ് ഈസ് n ഈസ് ഈക്വൽ ടു c ബൈ v, വേർ ദ c ഈസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്യൂം
and v is the phase velocity of light. അപ്പോൾ ഇവിടെ ഓരോ മെറ്റീരിയലിനും ഓരോ റിഫ്രാക്ടറി ഇൻഡെക്സ് ആണ്. അപ്പോൾ ഇപ്പൊ എയർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ റിഫ്രാക്ടറി ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ 1.003, അതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഉത്തരം. എന്നാൽ ഡയമണ്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ റിഫ്രാക്ടറി ഇൻഡെക്സ് എന്ന് പറയുന്നത് 2.417 ആണ്. വാട്ടർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ റിഫ്രാക്ടറി ഇൻഡെക്സ് ഇസ് 1.333. സോ ഇതുമാതിരി ഓരോ ഐറ്റത്തിനും ദ റിഫ്രാക്ടറി ഇൻഡെക്സ് വേരീസ്. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ഫോർമുലയാണ് n=c/v. Question number 22. In response to hypoglycemia, the hormone causes hepatic glycogenolysis and glyconeogenesis. So, glycogenolysis എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഗ്ലൂക്കോസ് ഗ്ലൈക്കജൻ ആയിട്ടാണ് നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ സ്റ്റോർ ചെയ്യുക. അപ്പോൾ ആവശ്യാനുസരണം നമ്മുടെ ശരീരത്തിന് എനർജി വേണ്ടുന്ന സമയത്ത് സ്റ്റോർ ചെയ്തിട്ടുള്ള ഗ്ലൈക്കജൻ ബാക്ക് ടു ഗ്ലൂക്കോസ് ആയിട്ടാണ് മെറ്റബോളിസം അണ്ടർഗോൺ ചെയ്യുക. അങ്ങനെ ഗ്ലൈക്കജൻ ഗ്ലൂക്കോസ് ആയി മാറുന്ന പ്രോസസ്സിനെയാണ് ഗ്ലൈക്കോജീനോലൈസിസ് എന്ന് പറയുക. ഇനി ഗ്ലൂക്കോനിയോജെനിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിയോ മീൻസ് ക്രിയേറ്റിംഗ് സംതിങ് ന്യൂ ഫ്രം എ നോൺ കാർബോഹൈഡ്രേറ്റ് സോഴ്സ്. കാർബോഹൈഡ്രേറ്റിൽ നിന്നല്ലാണ്ട് ശരീരം എനർജി ഡെവലപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ, അതായത് പ്രോട്ടീനിൽ നിന്നോ ഫാറ്റിൽ നിന്നോ എനർജി കണ്ടെത്തിയാൽ അതിനെ ഗ്ലൂക്കോനിയോജെനിസിസ് എന്നാണ് പറയുക. ഈ ഗ്ലൈക്കജൻ ബാക്ക് ടു ഗ്ലൂക്കോസ് ആകാൻ സഹായിക്കുന്നത് ഗ്ലൂക്കഗോണിന്റെ പ്രസൻസിലാണ്. എന്നാൽ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കജനാക്കി സ്റ്റോർ ചെയ്യുമ്പോൾ അവിടെ ആക്ട് ചെയ്യുന്നത് ഇൻസുലിൻ എന്ന ഹോർമോൺ ആണ്. അതും കൂടെ അറിയുക. അപ്പോൾ ആൻസർ ഈസ് ഓപ്ഷൻ എ, ഗ്ലൂക്കഗോൺ. Question number 23. Biotin is a coenzyme for. So biotin എന്തിന്റെ coenzyme ആണ് എന്നുള്ളതാണ്. Biotin is a B7. അതൊരു വൈറ്റമിൻസിൽ വരുന്നതാണ്. ബി കോംപ്ലക്സിൽ വരുന്ന ഒരു വൈറ്റമിൻ ആണ് ബയോട്ടിൻ. പ്രധാനമായിട്ട് മാക്രോ ന്യൂട്രിയൻസ്, കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, പ്രോട്ടീൻ എന്നിങ്ങനെയുള്ള 3 മാക്രോ ന്യൂട്രിയൻസിന്റെ മെറ്റബോളിസത്തിന് അത്യാവശ്യം വേണ്ടുന്ന ഒരു ഘടകമാണ് ബയോട്ടിൻ. ഈ ബയോട്ടിന്റെ കോഎൻസൈം ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ ബയോട്ടിൻ ഇസ് എ കോഎൻസൈം ഫോർ കാർബോക്സിലേസസ്. അപ്പോ ഏതൊക്കെയാണ് കാർബോക്സിലേസസ് എന്ന് നമ്മൾ അറിയുക. സോ അസറ്റൈൽ CoA carboxylase alpha, acetyl CoA carboxylase beta, then pyruvate carboxylase, methyl protonyl CoA carboxylase, propionyl CoA carboxylase. So these are the types of carboxylase. So biotin is a coenzyme for carboxylase. Now moving on to the next question, question number 24. Breakdown of 1 gram of hemoglobin produces. So ഹീമോഗ്ലോബിൻ ബ്രേക്ക് ഡൗൺ ആയാൽ എന്താണ്, എത്രയാണ് ബിലിറൂബിൻ ഒബ്റ്റൈൻ ചെയ്യുക എന്നുള്ളതാണ്. ഓപ്ഷൻ 20 milligram, 35 milligram, 50 milligram and 70 milligram. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, 35 milligram ഓഫ് ബിലിറൂബിൻ. അപ്പൊ ഒരു ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് ഹീം പ്ലസ് ഗ്ലോബിൻ എന്നാണ്. അപ്പൊ അയൺ പ്ലസ് ഗ്ലോബുലർ പ്രോട്ടീൻ എന്ന് പറയുന്നത് റൗണ്ട് ഷേപ്പിലായിട്ടുള്ള ഒരു പ്രോട്ടീൻ ആണ്. ഹീമോഗ്ലോബിന്റെ ആവശ്യകത എന്താണെന്ന് അറിയാം. ഓക്സിജൻ ട്രാൻസ്പോർട്ടേഷൻ ആണ് പ്രധാനമായിട്ടും ഇവരുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഹീമോഗ്ലോബിന്റെ ഓക്സിജൻ ബൈൻഡിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 1.34 ml ഓക്സിജൻ പെർ ഗ്രാം ആണ് അതിന്റെ ഓക്സിജൻ ബൈൻഡിങ് കപ്പാസിറ്റി. അപ്പോൾ ഓരോ ഹീമോഗ്ലോബിനിലും എത്ര പെർസെന്റേജ് ഓഫ് അല്ലെങ്കിൽ എത്ര ഗ്രാം അയൺ ഉണ്ട്. ഒരു ഹീമോഗ്ലോബിൻ എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് കണ്ടെയ്ൻസ് 3.47 milligram ഓഫ് അയൺ. അപ്പോ ഈ ഹീമോഗ്ലോബിൻ ബ്രേക്ക് ഡൗൺ ആവുമ്പോൾ കിട്ടുന്ന ഫൈനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ബിലിറൂബിൻ ആണ്. അപ്പൊ ആ ഒരു ആ ഒരു ബ്രേക്ക് ഡൗണിന്റെ ഒരു ചെയിൻ നമ്മൾ എഴുതുകയാണെങ്കിൽ ഒരു ഹീമോഗ്ലോബിൻ ഹീമായി മാറുന്നു. അപ്പൊ ഈ ഹീം ബിലിവെർഡിനായി മാറുന്നു. എന്തിന്റെ പ്രസൻസിൽ? ഹീം
ബിലീവർഡിൻ ആവുന്നത് ഹീം ഓക്സിജനേസ് എന്ന എൻസൈമിന്റെ പ്രസൻസിലാണ് ബിലീവർഡിൻ ആയിട്ട് മാറുക. ഈ ബിലീവർഡിൻ റിഡക്ടേസിന്റെ പ്രസൻസിൽ ബിലിറൂബിൻ ആയിട്ട് മാറുന്നു. ബിലിറൂബിൻ യൂറോബില്ലിനോജനായിട്ടും യൂറിനിലൂടെ പുറത്തു പോകുന്നു. അതുപോലെ തന്നെ സ്റ്റെർക്കോബിലിനായിട്ട് ഫീസസിലൂടെ പുറത്തു പോകുന്നു. ഇതാണ് അതിന്റെ ഒരു സീക്വൻസ്, അല്ലെങ്കിൽ ഇത്തരത്തിലാണ് പോവുക. അപ്പോ ബിലിറൂബിൻ എൻ പ്രോഡക്റ്റ് ഉണ്ടാകുന്നത് ഒരു ഹീമോഗ്ലോബിൻ ബ്രേക്ക് ചെയ്ത 35 മില്ലിഗ്രാം ആണ് എന്ന് നിങ്ങൾ അറിയുക. ക്വസ്റ്റ്യൻ നമ്പർ 25ലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 25 എന്താണ്? Immunoglobulin can fix complement is IgM, IgE, IgA and IgD. അപ്പൊ ഇവിടെ നമ്മൾ പറയുകയാണെങ്കിൽ ഈ കോംപ്ലിമെന്റ് ഫിക്സേഷൻ ചെയ്യാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്ന് പറയുന്നത് IgM ഉണ്ട്, IgGക്കും ആ പ്രോപ്പർട്ടി ഉണ്ട്. സോ ദേ ആർ ദ പ്രൈമറി റെസ്പോൺസ് ടു ആന്റിജൻ റിയാക്ഷൻ. സോ IgG ഉള്ള കഴിവ് എന്താണ്? മദർ ടു ഫീറ്റസ് ട്രാൻസ്പ്ലാസന്റലി ക്രോസ് ചെയ്യുന്ന ഇമ്മ്യൂണോഗ്ലോബിൻ, ഏക ഇമ്മ്യൂണോഗ്ലോബിൻ എന്ന് പറയുന്നത് IgG ആണ്. എന്നാൽ IgM ഇസ് എ മാക്രോ ഇമ്മ്യൂണോഗ്ലോബിൻ, അതായത് അതിന്റെ സൈസ് വളരെ വലുതാണ്, ഹെവി സ്ട്രക്ചർ ആണ് IgM എന്ന് പറയുന്നത്. സോ മാക്രോ ഇമ്മ്യൂണോഗ്ലോബിൻ അഥവാ മില്ലിനിയർ ഇമ്മ്യൂണോഗ്ലോബിൻ എന്ന് നമ്മൾ IgM-നെ വിശേഷിപ്പിക്കാറുണ്ട്. അതിന്റെ ഒരു പെന്റാമെറിക് സ്ട്രക്ചർ ഉള്ള ഒരു കോമ്പൗണ്ട് ആണ് IgM. ഇവിടെ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ ഡയഗ്നോസ് ചെയ്യുമ്പോഴാണ് ഈ കോംപ്ലിമെന്റ് ഫിക്സേഷൻ എന്ന പ്രോസസ്സ് വരിക. യൂഷ്വലി ഫീറ്റൽ ഡെവലപ്മെന്റിന്റെ സമയത്ത് ആദ്യം ഡെവലപ്പ് ചെയ്യുന്ന ഇമ്മ്യൂണോഗ്ലോബിൻ എന്ന് പറയുന്നത് IgM ആണ്. IgM-ന്റെ പ്രസൻസ് കൂടുതലായി കണ്ടാൽ അവിടെ ഇൻഫെക്ഷൻ ഉണ്ട് എന്ന് നമ്മൾ സസ്പെക്ട് ചെയ്യണം. ഇനി IgE എടുത്തു കഴിഞ്ഞാൽ ഒരു അനാഫിലാറ്റിക് റിയാക്ഷനിൽ ഏറ്റവും ആദ്യം റെസ്പോണ്ട് ചെയ്യുന്നത് IgE ആണ്. IgA സെക്രീഷൻസിൽ കാണപ്പെടുന്ന ഇമ്മ്യൂണോഗ്ലോബിനാണ് നമ്മുടെ കൊളസ്ട്രോൾ, ടിയർ, ഇവിടെ എല്ലാം കാണുന്നത് IgA ആണ്. ബ്രസ്റ്റ് മിൽക്കിലൂടെ അമ്മയിൽ നിന്നും കുഞ്ഞിലേക്ക് പകർന്നു കിട്ടുന്നത് IgA ആണ്. IgD വളരെ ട്രേസ് ആയിട്ട് കാണുന്ന ഒരു എലമെന്റൽ ഇമ്മ്യൂണോഗ്ലോബുലിനാണ് IgD. Okay. Now moving on to the question number 26. Characteristic intestinal pathogen in AIDS is. ഇപ്പൊ എയ്ഡ്സിൽ കാണാൻ സാധ്യതയുള്ള ഇൻഡസ്റ്റൈനൽ പാത്തജൻ ഏത് എന്നാണ് ചോദ്യം. സോ എയ്ഡ്സ് പേഷ്യൻസിനെ എടുത്ത് നോക്കിയാൽ കൂടുതലായിട്ടും ഇൻഡസ്റ്റൈനൽ ഇൻഫെക്ഷൻസ് ഉണ്ടാക്കാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഓർഗാനിസം എന്ന് പറയുന്നത് സൈറ്റോമെഗാലോ വൈറസിന്റെ ഇൻഫെക്ഷൻ ആണ്. ഓക്കെ, ഇത് പോകെ കൂടുതലായിട്ടും ഓപ്പർച്യൂണിസ്റ്റിക് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന ഒരു ഓർഗാനിസം എന്ന് പറഞ്ഞാൽ ക്രിപ്റ്റോസ്പൊറിഡിയം ആണ്. ഇവിടെ സെൽഫ് ലിമിറ്റിംഗ് ആയിട്ടുള്ള ഡയറിയൽ ഇൽനെസ്സിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഓർഗാനിസം ആണ് ക്രിപ്റ്റോസ്പൊറിഡിയം. സോ എയ്ഡ്സ് പേഷ്യൻസിൽ എന്താ സംഭവിക്കുക? CD4 സെൽ കൗണ്ട് വളരെയധികം കുറയുന്നു. എത്രയിലാണ്? ബിലോ 200 സെൽസ് പെർ മില്ലിമീറ്റർ ക്യൂബ് ആണ് CD4 സെൽ കൗണ്ട് കുറയുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇൻഫെക്ഷന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള പാരസൈറ്റിക് ഓർഗാനിസംസ് ഏതൊക്കെയാണ് എന്നുള്ളതും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഒന്ന് ടോക്സോപ്ലാസ്മ ഗോണ്ടി എൻസെഫലൈറ്റിസ്, ക്രിപ്റ്റോസ്പൊറിഡിയം, മൈക്രോസ്പൊറിഡിയോസിസ്, ഐസോസ്പോറ ബെല്ല. അപ്പൊ നമ്മുടെ ഓപ്ഷനിൽ ഐസോസ്പോറ ബെല്ലി ഉണ്ട്. സോ ഈ തന്നിട്ടുള്ള ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ മറ്റേതൊരു ഓർഗാനിസം കമ്പയർ ചെയ്യുമ്പോൾ വളരെ ലീസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന ഓർഗാനിസമാണ് ഐസോസ്പോറ അല്ല. ഇനി സ്ട്രോങ്കിലിയോസിസ് എന്ന ഓർഗാനിസം നോക്കിക്കഴിഞ്ഞാൽ ഇത് അല്ലെങ്കിൽ ഈ ഒരു കണ്ടീഷന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഓർഗാനിസം എന്ന് പറയുന്നത് സ്ട്രോങ്ങൈൽസ് ആണ്. ഈ സ്ട്രോങ്ങിലിയോസിസ് എന്ന കണ്ടീഷൻ ഉണ്ടാകുന്നത് ഇത് കൂടുതലായും കുതിരകളിലാണ് കാണുന്നത്. അപ്പോൾ ഇക്വിന സ്ട്രോങ്ങൈലിയോസിസ് എന്നാണ് പറയുന്നത്. കുതിരകളിലാണ് സ്ട്രോങ്ങൈലിയോസിസ് എന്ന അസുഖം കൂടുതലായിട്ടും കാണുന്നത്. അപ്പോൾ കുതിരകളിൽ അസുഖം ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട നിമറ്റോഡ് എന്ന് പറയുന്നത് സ്ട്രോങ്ങൈൽസ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 27. The first intraocular lung implantation was carried out by. ആദ്യമായി ഇൻട്രാ ഓക്കുലർ ലങ്സ് ക്യാരി ഔട്ട് ചെയ്തത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. അതിന്റെ കറക്റ്റ് ഉത്തരം
ഓപ്ഷൻ ബി റിഡ്ലി ആണ്. ഇപ്പോ റിഡ്ലിയുടെ ഫുൾ നെയിം പറഞ്ഞാൽ ഹീസ് ഹാരോൾഡ് റിഡ്ലി. അദ്ദേഹം ഇൻട്രാ ഓക്കുലർ ലെൻസ് ഇംപ്ലാന്റേഷൻ വളരെ സക്സസ്ഫുള്ളി ചെയ്തത് നവംബർ 29, 1949 സെന്റ് തോമസ് ഹോസ്പിറ്റൽ ലണ്ടനിലാണ്. ഈ ഇൻട്രാ ഓക്കുലർ ലെൻസ് തന്നെ മെയിൻലി നമുക്ക് 3 തരത്തിലുള്ള ലെൻസ് നമുക്ക് പറയാം. മോണോഫോക്കൽ ലെൻസ് ഉണ്ട്, മൾട്ടിഫോക്കൽ ലെൻസ് ഉണ്ട്, അതുപോലെ തന്നെ ടോറിക് ലെൻസസ് ഉണ്ട്. എന്താണ് ഈ മോണോഫോക്കൽ ലെൻസ് എന്ന് പറഞ്ഞാൽ? മോണോഫോക്കൽ ലെൻസ് ആണ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ലെൻസ്. എന്നാൽ മൾട്ടിഫോക്കൽ ലെൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഡിസ്റ്റന്റ് ആൻഡ് നിയർ വിഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ലെൻസ് ആണ് മൾട്ടിഫോക്കൽ ലെൻസ്. എന്നാൽ ടോറിക് എന്ന് പറയുന്നത് ഈ പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കോർണിയൽ അസ്റ്റിഗ്മാറ്റിസം ഉള്ള ആൾക്കാർക്ക് ആ ലെൻസ് കറക്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ലെൻസ് ആണ് ടോറിക്സ് ലെൻസ്. ഇനി ഫോക്കൽ ലെൻസും മൾട്ടിഫോക്കൽ ലെൻസും എങ്ങനെയാണ് തിരഞ്ഞെടുക്കുക? കൂടുതലായിട്ടും ഈ കാറ്ററാക്ട് ക്യൂർ ചെയ്യാൻ ആണ് സർജറി ചെയ്യുന്നതെങ്കിൽ മോണോഫോക്കൽ ലെൻസ് ആയിരിക്കും നമ്മൾ തിരഞ്ഞെടുക്കുക. കാരണം ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ വെച്ചുകൊണ്ടാണ് ഈ മോണോഫോക്കൽ ലെൻസ് ഫങ്ഷൻ ചെയ്യുക. എന്നാൽ ഈ അത്രയ്ക്ക് ഏജ് ആയിട്ടില്ല, അത്ര ഒരു വിഷൻ പ്രോബ്ലം വന്നിട്ടില്ലാത്തുള്ള ഒരാൾക്കാണെങ്കിൽ നമുക്ക് മൾട്ടിഫോക്കൽ ലെൻസ് സെലക്ട് ചെയ്യാം. ഇനി അടുത്തത് ബിങ് ഹോസ്റ്റ് ആണ്. സോ ബിങ് ഹോസ്റ്റ് എന്ന് പറയുന്ന അദ്ദേഹം ഈ early advocate for iris support intraocular lens. സോ ഇദ്ദേഹം അതിനു വേണ്ടിയിട്ട് ഒരു ഫോർമുലയൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ആന്റീരിയർ ചേംബറിന്റെ ഡെപ്ത് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ലെൻസ് പ്ലേസ്മെന്റിനെ കുറിച്ചിട്ടുള്ള എക്സ്പ്ലനേഷൻ പറഞ്ഞ ആളാണ് ബിങ് ഹോസ്റ്റ്. ദെൻ പിന്നെ പറഞ്ഞിട്ടുള്ള ആള് സ്ട്രാംബെല്ലി ആണ്. സോ സ്ട്രാംബെല്ലി എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഇൻട്രാ ഓക്കുലർ ലങ് ഇംപ്ലാന്റ് ക്ലബ് സ്റ്റാർട്ട് ചെയ്തത് സ്ട്രാംബെല്ലി ആണ്. സോ ഇവിടെ കറക്റ്റ് ആൻസർ റിഡ്ലി ആണെന്ന് അറിയുക. സോ അദ്ദേഹമാണ് ആദ്യമായി സക്സസ്ഫുള്ളി ഇൻട്രാ ഓക്കുലർ ലങ് ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയിട്ടുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 28. സ്ട്രോബെറി വജൈനൈറ്റിസ് ഈസ് സീൻ ഇൻ ഇൻഫെക്ഷൻ വിത്ത്. ഇത് മുന്നേയും PSC ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. ഗോണോകോക്കസ്, ട്രക്കോമോണാസ് വെജൈനാലിസ്, ഹേമോഫിലസ് വൾഗാരിസ്, കാൻഡിഡിയ ആൽബിക്കൻസ്. സോ കറക്റ്റ് ആയിട്ട് വരുന്ന ഉത്തരം ട്രക്കോമോണസ് ഇൻഫെക്ഷൻ ആണ്, ട്രക്കോമോണസ് വെജൈനാലിസ് ഇൻഫെക്ഷൻ. സോ ഗോണോകോക്കസിനാണെങ്കിൽ ഗൊണോറിയ അല്ലെങ്കിൽ ഗൊണോറിയ ഡിസീസിനാണെങ്കിൽ വജൈന സെക്രീഷൻ എന്ന് പറയുന്നത് വൈറ്റ് ആവാം അല്ലെങ്കിൽ ക്രീമി സ്ലൈറ്റ് ഗ്രീൻ എന്നാൽ പെയിനോട് കൂടിയ സെക്രീഷൻസ് ആയിരിക്കും. എന്നാൽ കാൻഡിഡ ആൽബിക്കൻസിന്റെ സെക്രീഷൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വൈറ്റ് കേർഡ് ലൈക്ക് വജൈനൽ ഡിസ്ചാർജ് ആയിരിക്കും കാണാൻ സാധിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 29. Vitiligo involving distal digits periorifices areas is named as. അപ്പോ ഓപ്ഷൻ സി അക്രോഫേഷ്യൽ വിറ്റിലിഗോ ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. സോ അക്രോഫേഷ്യൽ വിറ്റിലിഗോ എന്ന് പറയുമ്പോൾ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. സോ ഇത് നോൺ സെഗ്മെന്റൽ ആയിട്ടുള്ള ഒരു വിറ്റിലിഗോയാണ്. സോ നമ്മുടെ ഫേസ്, ഹെഡ് ഇവിടെയൊക്കെ ആയിരിക്കും ഇതിന്റെ സ്പ്രെഡിങ് കൂടുതലായിട്ടും കാണാൻ സാധിക്കുക. എന്താണ് വിറ്റിലിഗോ വൾഗാരിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സോ വിറ്റിലിഗോ വൾഗാരിസ് എന്ന് പറയുന്നത് ഒരു ഇഡിയോപ്പതിക് ആയിട്ട് ഉണ്ടാകുന്ന ഒരു അസുഖമാണ്. സോ എപ്പിഡെർമിസിൽ ഉണ്ടാകുന്ന ഡീപ് പിഗ്മെന്റേഷനെയാണ് വിറ്റിലിഗോ വൾഗാരിസ് എന്ന് പറയുക. എന്നാൽ ഫോക്കൽ വിറ്റിലിഗോ എന്ന് പറയുന്നത് ലോക്കൽ സ്പ്രെഡ് ആണ്, ഒരു പർട്ടിക്കുലർ ഏരിയയിൽ മാത്രം സ്പ്രെഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി യൂണിവേഴ്സൽ വിറ്റിലിഗോ എന്ന് പറഞ്ഞാൽ വളരെ റെയർ ആയിട്ട് ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ്. എന്നാൽ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണ്? 80% കൂടുതൽ സ്കിന്ന് ഡീപ് പിഗ്മെന്റേഷൻ അണ്ടർഗോൺ ചെയ്യുന്നു എന്നുള്ളതാണ്. Now moving on with question number 30. The sign of increased ICP in a child of 18-month-old is. അപ്പോ ഇൻട്രാക്രേനിയൽ പ്രഷർ കൂടിയാൽ അവിടെ സ്വാഭാവികമായും ആദ്യം ആ കുട്ടി കാണിക്കുക ഇറിറ്റബിലിറ്റി ആണ് അതിന്റെ സൈൻ. അപ്പോൾ ഏജ് ഗ്രൂപ്പ് മാറുന്ന അനുസരിച്ച് നമ്മുടെ സൈൻസ് ആൻഡ് സിംറ്റംസ് വേരിയേഷൻ വരും. സോ ആദ്യമായി കാണുക ഇറിറ്റബിലിറ്റി, റെസ്റ്റ്ലെസ്നെസ് എന്നിങ്ങനെയുള്ള സൈൻസ് ആയിരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 31. സ്യൂഡോ യൂണിപോളാർ ന്യൂറോൺസ് ആർ സീൻ ഇൻ റെറ്റിന, ഓൾഫാക്ടറി മ്യൂക്കോസ, സ്പൈനൽ കോഡ്, സ്പൈനൽ ഗാംഗ്ലിയോൺ. ഓപ്ഷൻ സി സ്പൈനൽ കോഡ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. എന്താണ് സ്യൂഡോ യൂണിപോളാർ ന്യൂറോൺസ് എന്ന് പറഞ്ഞാൽ?
സ്യൂഡോ യൂണിപോളാർ ന്യൂറോൺസ് എന്ന് പറയുന്നത് okay, so this is an example for pseudo unipolar neurons. So pseudo olfactory neurons എന്ന് പറഞ്ഞാൽ they are sensory neurons having no dendrites എന്നുള്ളതാണ്. അപ്പോൾ സെൻസറി ന്യൂറോൺസ് മാത്രമാണ്, ഡെൻഡ്രോൺസ് ഇല്ല. അപ്പൊ ആ ബൈപോളാർ ഫംഗ്ഷനിങ് ഇല്ല എന്നുള്ളതാണ്. ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്ന ഉത്തരം നമ്മുടെ ക്രേനിയൽ നെർവ്സുമായി ബന്ധപ്പെട്ടാണ് ഇത് കൂടുതലായിട്ടും ഈ സ്യൂഡോ യൂണിപോളാർ ന്യൂറോൺസ് കാണുക. സോ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി സ്പൈനൽ കോഡ് ആണ് കറക്റ്റ് ഉത്തരം. Then option question number 32, the following is a atavistic epiphysis: coracoid process, trochanter of femur, lower end fibula, greater tubercle of humerus. ഇത്രയുമാണ് നമ്മുടെ എക്സാമ്പിൾസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. എന്താണ് അറ്റാവിസ്റ്റിക് എപ്പിഫൈസിസ് എന്ന് അറിയുക, എന്നാൽ മാത്രമേ ഇതിന് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഒരു ബോൺ അതിന്റെ ഫൈലോജനറ്റിക്കലി ഇൻഡിപെൻഡന്റ് ആയിട്ട് വരികയും എന്നാൽ അതിന്റെ മറ്റൊരു ബോണുമായി ഫ്യൂസ് ചെയ്ത് കാണപ്പെടുന്നവയാണ് അറ്റാവിസ്റ്റിക് എപ്പിഫൈസിസ് എന്ന് പറയുക. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത് നമ്മുടെ കൊറക്കോയിഡ് പ്രോസസ് ഓഫ് ദ സ്കാപ്പുലയാണ്. ഹ്യൂമൻസിൽ ഇത് ഫ്യൂസ്ഡ് ഫോമിൽ കാണുന്നു, എന്നാൽ അനിമൽസിൽ 4 legged അനിമൽസിൽ ഇത് സെപ്പറേറ്റഡ് ആയിട്ട് കാണുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇത് കൂടാണ്ട് വരുന്ന എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? എക്സാമ്പിൾ ഓഫ് അറ്റാവിസ്റ്റിക് എപ്പിഫൈസിസ് എന്ന് പറയുന്നത് one is coracoid process and other example is posterior tubercle of talus. Okay, so question number 33. Example of multipinnate muscle. So multipinnate muscle എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സെൻട്രൽ ടെൻഡൻസിൽ നിന്നും ഒന്നിൽ കൂടുതൽ ബ്രാഞ്ച് അറൈസ് ചെയ്താൽ അതിനെയാണ് മൾട്ടിപിനേറ്റ് മസിൽ എന്ന് പറയുക. സോ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ സി റെക്ടസ് ഫെമറിസ് ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ പഠിക്കുമ്പോൾ പെന്നേറ്റ് മസിൽസിനെ കുറിച്ച് പഠിക്കണം. യൂണിപിന്നേറ്റ്, ബൈപിന്നേറ്റ്, മൾട്ടിപിന്നേറ്റ് മസിൽസ് എന്ന് പറയുക. സോ യൂണിപിന്നേറ്റ് മസിൽസ് എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ഒറിജിൻ ആയിരിക്കും. ബൈപിന്നേറ്റ് മസിൽസ് എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡിൽ നിന്നും ഒറിജിൻ ചെയ്യുകയാണെങ്കിൽ ബൈപിനേറ്റ് എന്ന് പറയുന്നു. എന്നാൽ മൾട്ടിപിനേറ്റ് മസിൽ എന്ന് പറയുമ്പോൾ ഒരു സെൻട്രൽ ടെൻഡനിൽ നിന്നും ഒന്നിൽ കൂടുതൽ ഒറിജിൻസ്. ദിസ് ഇസ് ആൻ എക്സാമ്പിൾ ഫോർ മൾട്ടിപിനേറ്റ് മസിൽ. ഒന്നിൽ കൂടുതൽ എന്തുവാണ് ബ്രാഞ്ചസ് ഒരു സിംഗിൾ പോയിന്റിൽ നിന്നുണ്ടാക്കിയാൽ ദാറ്റ് ഇസ് ആൻ എക്സാമ്പിൾ ഫോർ മൾട്ടിപിനേറ്റ് മസിൽ. Now moving on to the question number 34. The following denotes the toxicity of medication may cause a client to see a green halo around the light. അപ്പൊ ഏത് മെഡിക്കേഷൻ ടോക്സിസിറ്റി കൊണ്ടാണ് ഒരു ഗ്രീൻ ഹാലോ ലൈറ്റ് കാണാൻ സാധിക്കുക? ഡിജോക്സിൻ എന്ന മെഡിസിന്റെ ടോക്സിസിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടാണ്, അല്ലെങ്കിൽ അതിന്റെ എന്തുവാണ് ഒരു ബ്ലറി വിഷൻ, ഹാലോ ലൈറ്റ് ഒക്കെ കാണുന്നത് ഡിജോക്സിൻ എന്ന ഡ്രഗുമായി ബന്ധപ്പെട്ടാണ് കാണാൻ സാധിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 35. Morbidity indicator which is equivalent to the number of years of full healthy a newborn can expect to live based on a current rate of its health. Option A HALI ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ദാറ്റ് ഇസ് HALI എന്ന് പറഞ്ഞാൽ എന്താണ്? ഹെൽത്ത് അഡ്ജസ്റ്റഡ് ലൈഫ് എക്സ്പെക്ടൻസി എന്നുള്ളതാണ് ഹാലിയുടെ എക്സ്പാൻഷൻ. സോ അതാണ് ഇവിടെ വരുന്ന മോർബിഡിറ്റി ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഈ ഡാലി എന്ന് പറയുന്നത്? സോ ദാറ്റ് ഇസ് ഡിസബിലിറ്റി അഡ്ജസ്റ്റഡ് ലൈഫ് ഇയർ എന്നുള്ളതാണ്. ദെൻ സുള്ളിവൻ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പെക്ടൻസി ഓഫ് ലൈഫ് ഫ്രീ ഓഫ് ഡിസബിലിറ്റി. നമ്മൾ ഒരു ഡിസബിലിറ്റി ഇല്ലാതെ എത്ര നാള് വളരെ സുഖമായി ജീവിക്കുന്നു അതിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സുള്ളിവൻ ഇൻഡെക്സ് എന്ന് പറയും. IMR ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 36 പോകാം. 36 എന്താണ് ക്വസ്റ്റ്യൻ? Given instructions of breastfeeding, breast self examination is particularly important for client with the following medical problems: cervical dysplasia, dermoid cyst, endometrial polyp, ovarian cancer. ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്ന ഉത്തരം ഓപ്ഷൻ ഡി ഓവേറിയൻ ക്യാൻസർ ആണ്. അപ്പോൾ ഒരു ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ ചെയ്യുന്നതിന്റെ ആപ്റ്റ് ടൈം എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 week ആഫ്റ്റർ യുവർ പീരീഡ്സ് എന്നുള്ളതാണ്. ഓക്കെ, ദെൻ ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷനിൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടുന്ന ക്ലൈന്റ് ആരൊക്കെയാണ്?
അതായത് ഏർലി മെനോപാസ് അറ്റൈൻ ചെയ്ത ക്ലയൻസ്, അതുപോലെ തന്നെ ഏർലി മെനാർക്കി ആൻഡ് ലേറ്റ് മെനോപാസ് അറ്റൈൻ ചെയ്ത ക്ലയൻസ്, അതുപോലെ തന്നെ നള്ളിപ്പാരസ്, ദെൻ ഫസ്റ്റ് ടൈം പ്രഗ്നൻസി വിത്ത് അഡ്വാൻസ് സ്റ്റേജ്, ഒവേറിയൻ ക്യാൻസർ, ഡയബറ്റിക്, ഹൈപ്പർടെൻസീവ് എന്നിങ്ങനെ ഒരുപാട് ക്രൈറ്റീരിയാസ് ഉണ്ട്. അത്തരം ആൾക്കാർക്കൊക്കെ നമ്മൾ പ്രത്യേകം ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണം, അല്ലെങ്കിൽ പ്രത്യേകം സൂപ്പർവിഷൻ അത്യാവശ്യമായിട്ടുള്ള കാറ്റഗറിയാണ്. നൗ next question number 37. The following vitamin is used to enhance absorption of calcium from gastrointestinal tract. So GI tract-il കാൽഷ്യത്തിന്റെ അബ്സോർപ്ഷൻ കൂട്ടാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന വൈറ്റമിൻ ഡി ആണ്. സൺഷൈൻ വൈറ്റമിൻ എന്ന് നമ്മൾ പറയാറുണ്ട്. UV റേസിന്റെ സഹായത്തോടു കൂടി ഏറ്റവും കൂടുതൽ സിന്തസൈസ് ചെയ്യപ്പെടുന്ന വൈറ്റമിൻ ഡി ആണ്. അതുകൊണ്ട് തന്നെ ബേൺസ് ഒക്കെ കാരണം സ്കിൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഏറ്റവും വൈറ്റമിൻ ഡെഫിഷ്യൻസി കാണുന്നത് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസിയാണ്. സോ വൈറ്റമിൻ ഡി ഡെഫിസിറ്റ് ആവുകയാണെങ്കിൽ റിക്കറ്റ്സ് എന്ന കണ്ടീഷൻ ഡെവലപ്പ് ആവുന്നു. അതായത് ബോണിന്റെ മിനറലൈസേഷനെ അത് ബാധിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ദെൻ 38. A client with following condition is likely to develop rectal cancer. ഏത് കണ്ടീഷനുള്ള ആൾക്കാരാണ് റെക്ടൽ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതൽ? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ഉത്തരം, അഡിനോമാറ്റസ് പോളിപ്സ്. സോ ഏകദേശം 10% ആളുകൾക്ക്, ഇത്തരം അസുഖമുള്ള ആൾക്കാർക്ക് റെക്ടൽ ക്യാൻസർ ഡെവലപ്പ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ റെക്ടൽ ക്യാൻസറിന് പല കാരണങ്ങൾ ഉണ്ടാവും. ഒന്ന് എൻവയോൺമെന്റൽ ആയിരിക്കാം, അല്ലെങ്കിൽ ഡയറ്ററി ഫാക്ടേഴ്സ് ആയിരിക്കാം, എന്തെങ്കിലും ഒരു കെമിക്കൽ കാർസിനോജൻസ് ആയിരിക്കാം. സോ അത് കൂടാണ്ട് ഫാമിലി ഹിസ്റ്ററി ഉണ്ട്, അല്ലെങ്കിൽ കോളോറെക്ടൽ ക്യാൻസറിന്റെ ഹിസ്റ്ററി ഉള്ള ഒരു ആളാണ്, എക്സസീവ് ആയിട്ട് BMI ഉള്ള ആളാണ്. ഇതെല്ലാം തന്നെ റെക്ടൽ ക്യാൻസർ ഉണ്ടാകാനായിട്ടുള്ള കാരണങ്ങളാണ്. Question number 39. Osteomyelitis most commonly resulting from which of the following mechanism? Immunosuppression, IV drug use, surgery, trauma. So usually ഏറ്റവും കൂടുതൽ ഓസ്റ്റിയോമൈലൈറ്റിസിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് ട്രോമ ആയിരിക്കും. കാരണം ഈ ട്രോമ ഉണ്ടാവുമ്പോൾ എന്താണ്, സ്വാഭാവികമായും അവിടെ ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സ്റ്റഫൈലോകോക്കസ് ഓറിയസ് എന്ന ഓർഗാനിസം അവിടെ കൂടുതലായിട്ടും കയറി പറ്റാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഈ ഒരു ഓർഗാനിസം ആണ് ഇൻഫെക്ഷന് കൂടുതലായിട്ടും കാരണമാകുന്നത്. So here we can suspect answer is option D. Then for a client having an episode of acute narrow angle glaucoma, the nurse expects to give the following medication: acetazolamide, atropine, furosemide, urokinase. So acetazolamide എന്ന ഉത്തരമാണ് ഇവിടെ വരുന്നത്. ഈ acetazolamide എങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുക? നമ്മുടെ എൻസൈം ആയിട്ടുള്ള കാർബോണിക് ആൻഹൈഡ്രേസ് എന്ന എൻസൈമിനെ ബ്ലോക്ക് ചെയ്തുകൊണ്ടാണ് അത് വർക്ക് ചെയ്യുക. സോ നമ്മുടെ എന്താണ് ഇവിടെ അക്വസ് ട്യൂമറിന്റെ ഫ്ലോയെ അത് റെഡ്യൂസ് ചെയ്തുകൊണ്ട് കണ്ണിനകത്തുള്ള പ്രഷർ കുറച്ചുകൊണ്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇനി അട്രോപ്പിന്റെ ആക്ഷൻ എന്താണ്? അട്രോപ്പിൻ നമ്മൾ സാധാരണയായി ഇവിടെ പേഷ്യൻസിന് അധികം യൂസ് ചെയ്യാറില്ല എന്നുള്ളതാണ്. കാരണം ഇറ്റ് ക്യാൻ പ്രസിപ്പിറ്റേറ്റ് ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമ എന്നുള്ളതാണ് അറിയേണ്ടുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 41. A client with cancer develop pleural effusion during chest auscultation. The following breath sounds should be expected to hear. ഈ ഒരു പ്ലൂറൽ എഫ്യൂഷൻ ബാധിച്ച ഒരാളെ സംബന്ധിച്ചോളം അഫക്റ്റഡ് സൈഡിൽ ബ്രെത്ത് സൗണ്ട്സ് കുറയുന്നതായിട്ടായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. ബാക്കി പറഞ്ഞിട്ടുള്ള അഡ്വന്റീഷ്യസ് ലങ് സൗണ്ട്സ് എല്ലാം കാണുന്ന കണ്ടീഷൻസ് ഓരോന്നും വ്യത്യാസമായിരിക്കും. ഇപ്പോൾ ക്രാക്കേഴ്സ് അല്ലെങ്കിൽ റെയിൽസ്, നമുക്ക് കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ ഉള്ള കണ്ടീഷൻസ് അല്ലെങ്കിൽ എയർവേ ഒബ്സ്ട്രക്ഷൻ വരുന്ന കണ്ടീഷൻസിൽ ക്രാക്കേഴ്സ് കാണാം. ഇനി റോങ്കൈ, ന്യൂമോണിയ, ബ്രോങ്കൈറ്റിസ് എന്നിങ്ങനെയുള്ള കണ്ടീഷൻസിലാണ് കേൾക്കാൻ സാധിക്കുക. ഇനി വീസ് കാണുന്ന എപ്പോഴാണ്? ബ്രോങ്കൈറ്റിസ്, COPD എന്നിങ്ങനെയുള്ള കണ്ടീഷൻസിലാണ് വീസ് എന്ന കണ്ടീഷൻ കാണുക. Question number 42. According to psychological theorists such as Freud and Jung, treatment of symptoms should include the following action. Option modify the behavior by manipulating the environment, using desensitization, uncovering the past event, and using family therapy. Option C, uncovering the past event ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരിക. കാരണം ഫ്രൂഡ് ആണ് ഈ സൈക്കോ അനാലിസിസിനെ കുറിച്ച് കൂടുതലായി വിശദീകരണം നൽകിയിട്ടുള്ളത്. എന്നാൽ ജങ്കിനെ പോലുള്ള ആൾക്കാർ നമ്മുടെ പേഴ്സണാലിറ്റിയുടെ പെർസ്പെക്റ്റീവിനെ കുറിച്ചാണ് ഡീറ്റെയിൽഡ് ആയി പറഞ്ഞിട്ടുള്ളത്. ബാക്കി ഇവിടെ വന്നിട്ടുള്ള ഓപ്ഷൻസ് എല്ലാം തന്നെ കൂടുതലും തെറാപ്പീസുമായി ബന്ധപ്പെട്ടാണ്. എന്നാൽ ഒരു സൈക്കോളജിക്കൽ തിയറി പറയുമ്പോൾ നമ്മളെ സിംറ്റംസ് എക്സ്പോസ് ചെയ്യണമെങ്കിൽ നമ്മുടെ നമ്മുടെ പാസ്റ്റ് ഇവന്റ്സിനെ നമ്മൾ അൺഫോൾഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്.
Question number 43. Norepinephrine has been linked to the post-traumatic stress disorder because it plays a role in which of the following activities? ഓപ്ഷൻ എ ഓട്ടോണമിക് നെർവസ് സിസ്റ്റം ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. സോ നമ്മുടെ ഓട്ടോണമിക് നെർവസ് സിസ്റ്റത്തിന് പ്രധാനമായിട്ടും 3 ബ്രാഞ്ചസ് ആണുള്ളത്. ഒന്ന് സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം, മറ്റൊന്ന് പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റം, ആൻഡ് ലാസ്റ്റ് വരുന്നത് എൻട്രിക് സിസ്റ്റം. സോ എൻട്രിക് സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്കും സംടൈംസ് വി ക്യാൻ സേ ഇറ്റ് ഈസ് എ സെക്കൻഡ് ബ്രെയിൻ എന്ന് വേണമെങ്കിൽ പറയാം. സോ ഈ ഓട്ടോണമിക് നെർവസ് സിസ്റ്റത്തിനെ ഫ്ലൈറ്റ് ആൻഡ് ഫ്ലൈറ്റ് റെസ്പോൺസ്, അതുപോലെ തന്നെ എന്താണ് ഫീഡ് ആൻഡ് ബ്രീഡ് സിസ്റ്റം, ഇതിനെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഓട്ടോണമസ് നെർവസ് സിസ്റ്റം ആണ്. സോ നോറെപ്പിനെഫ്രിൻ അത്തരത്തിലാണ് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുക. Question number 44. The term applied to tiny blanched, slightly raised and end arterioles found on the neck, face, arms and chest. ഇവിടേക്ക് കാണുന്ന ടൈനി ബ്ലാഞ്ചസിനെ എന്ത് പറയും എന്നുള്ളതാണ്. എപ്യൂലിസ്, ലീനിയ നൈഗ്ര, സ്ട്രയ ഗ്രാവിഡ, ടെലങ്ജക്ടാസിസ്. സോ ഓപ്ഷൻ ഡി ടെലങ്ജക്ടാസിസ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. സോ ഇത് കാപ്പിലറി ഡയലേഷൻ കാരണമാണ് ഇത്തരം മാനിഫെസ്റ്റേഷൻസ് നമുക്ക് കാണാൻ സാധിക്കുക. ഇനി എപ്യൂലിസ് എന്താണ്? ഒരു ട്യൂമർ ലൈക്ക് എൻലാർജ്മെന്റ് ഉണ്ടാവുകയാണ് നമ്മുടെ ജിഞ്ചിവ അല്ലെങ്കിൽ ആൽവിയോളാർ മ്യൂക്കോസയിൽ ഒരു ട്യൂമർ ലൈക്ക് എൻലാർജ്മെന്റ് ഉണ്ടാവുകയാണ്. അത് ചിലപ്പോൾ നമ്മുടെ ഒരു മാലറൈസ്ഡ് ആയിട്ടുള്ള ടീത്തിന്റെ ഭാഗമായിട്ട് വരികയാണെങ്കിൽ അതിന് എപ്യൂലിസ് എന്ന് പറയുന്നു. മറ്റ് പ്രധാനപ്പെട്ട ട്രീറ്റ്മെന്റ് ഒന്നും കൊടുക്കാതെ തന്നെ അത് ക്യൂറായി പോകും. മറ്റു പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ബി ആൻഡ് സി രണ്ടും ഗൈനക്കോളജിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കേൾക്കുന്ന വാക്കാണ്. നമ്മുടെ ഒരു ലീനിയ നയഗ്ര വയറിൽ ഉണ്ടാകുന്ന ഒരു ഹൈപ്പർ പിഗ്മെന്റേഷനിൽ കാണുന്ന ഫസ്റ്റ് ട്രൈമസ്റ്റർ ഓഫ് പ്രഗ്നൻസിയിൽ കാണുന്ന കണ്ടീഷനാണ് ലീനിയ നയഗ്ര. സ്ട്രയ ഗ്രാവിഡ വയറിൽ ഉണ്ടാകുന്ന സ്ട്രെച്ച് മാർക്സിനെയാണ് സ്ട്രയ ഗ്രാവിഡാരം എന്ന് പറയുക. Question number 45. In a complete hydatidform mole, which of the following karyotype is typically found? Option A 46XX ആണ് കറക്റ്റ് ആയിട്ട് വരുന്ന ഉത്തരം. ഇവിടെ ഒരു ഹൈഡാറ്റിഡിഫോം മോൾ എന്ന കണ്ടീഷൻ എടുക്കുമ്പോൾ അവിടെ കംപ്ലീറ്റ് ഹൈഡാറ്റിഡിഫോം മോൾ ഉണ്ട്, ഇൻകംപ്ലീറ്റ് അഥവാ പാർഷ്യൽ ഹൈഡാറ്റിഡിഫോം മോൾ ഉണ്ട്. ഇവിടെ സാധാരണഗതിയിൽ കംപ്ലീറ്റ് ഹൈഡാറ്റിഡിഫോം മോൾ എന്ന് പറഞ്ഞാൽ അവിടെ കാണുന്നത് എന്താണ്? ഇവിടെ ഫെർട്ടിലൈസ്ഡ് എഗ് ആയിരിക്കും ഇവിടെ കാണുക. എന്നാൽ പാർഷ്യൽ മോളിൽ കണ്ടാൽ അവിടെ എഗ് ഉണ്ടാവില്ല, സിസ്റ്റിക് മാസോട് കൂടിയ ഒരു സ്ട്രക്ചർ കാണാൻ സാധിക്കും. സോ 46XX അഥവാ 46XY കാരിയോടൈപ്പ് ആയിരിക്കും കംപ്ലീറ്റ് ഹൈഡാറ്റിഡിഫോം മോളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. Question number 46. The method of pain control incorporates effleurage as a technique to displace pain. Bradley method, massage therapy, Lamés method, Nubian method. ഓപ്ഷൻ ബി മസാജ് തെറാപ്പി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പം എഫ്ലൂറേജ് തെറാപ്പി അല്ലെങ്കിൽ മസാജ് ടെക്നിക്ക് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ നിന്നും പെയിനെ അല്ലെങ്കിൽ ബോഡി വേസ്റ്റിനെ അലിവിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. ഇവിടെ പറഞ്ഞിട്ടുള്ള മറ്റു ഓപ്ഷൻസ് എന്ന് പറയുന്നത് ബ്രാഡ്ലി മെത്തേഡ്. സോ ബ്രാഡ്ലി മെത്തേഡ് എന്ന് പറയുന്നത് ലേബറിന്, അതായത് ഒരു മെഡിക്കേഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു ലേബർ പ്രോസസ്സിനെ സഹായിക്കുന്ന മെത്തേഡാണ് ബ്രാഡ്ലി മെത്തേഡ്. ഇനി ലാമേസ് മെത്തേഡ് എന്ന് പറയുന്നത് അതും ഒരു ലേബറിനെ അല്ലെങ്കിൽ ബർത്തിനെ ഡിസ്കംഫോർട്ടിനെ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു റിലാക്സേഷൻ ടെക്നിക്ക് തന്നെയാണ്. ഇനി നുബാൻ മെത്തേഡ് എന്ന് പറയുന്നത് അനാൽജസിക്സ് കൊടുത്തുകൊണ്ടുള്ള ഒരു ലേബറിന് അല്ലെങ്കിൽ ഡെലിവറിക്ക് സഹായിക്കുന്ന ഒരു മെത്തേഡാണ്. ഓപ്ഷൻ ബി മസാജ് ആണ് അവിടെ വരുന്ന കറക്റ്റ് ഉത്തരം. Question number 47. The following Leopold's manual assess the descent of the presenting part into pelvis. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് എന്നാണ് ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത്. ഇവിടെ വരുന്ന കറക്റ്റ് ഉത്തരം നമുക്ക് ഓപ്ഷൻ സി ആണ്, തേർഡ് ആണ്. സോ ഈ ലിയോപോൾ മാനുവർ എടുത്തു കഴിഞ്ഞാൽ ഒബ്സ്ട്രക്റ്റീവ് ലിയോപോൾ മാനുവർ എന്ന് പറയുന്നത് കുഞ്ഞിന്റെ പൊസിഷൻ കറക്റ്റ് ആയിട്ട് ഡിറ്റർമിൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ലിയോപോൾ മാനുവർ. അത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർ എന്നിങ്ങനെ 4 ടൈപ്പ് ഉണ്ട്. ഇതിൽ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഫണ്ടൽ ഗ്രിപ്പ് ആണ്, സെക്കൻഡ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ അംബലിക്കൽ ഗ്രിപ്പ് ആണ്, തേർഡ് മെത്തേഡ് എന്ന് പറയുന്നത് second pelvic grip or Pavlik grip ആണ്, and the fourth is Leopold manual. Okay, so option C, third is the correct answer. 48. When attempting to interact with a neonate experiencing drug withdrawal, which behavior would indicate the neonate is willing to interact? Gazy aversion, hiccups, quiet, alert state, and yawning. So a neonate who is experiencing a drug withdrawal, usually അവരിൽ കാണുന്നത് യോണിംഗ് എന്ന സൈൻ ആയിരിക്കും. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. അപ്പോ കുട്ടി അലേർട്ട് ആണ് എന്ന് കാണുകയാണെങ്കിൽ മാത്രമേ മറ്റ് സ്റ്റിമുലൈസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പാടുള്ളൂ. സോ ഇന്ററാക്ഷന് വില്ലിങ് എന്ന് അറിയുന്നത് യോണിംഗ് എന്ന
ഒരു ഇൻഡിക്കേഷനിലൂടെയാണ്. എന്നാൽ എന്താണ് ഈ ഗെയ്സ് അവേർഷൻ എന്ന് പറയുന്നത്? സോ ഗെയ്സ് അവേർഷൻ, യോണിങ്, സ്നീസിങ്, ഇതെല്ലാം തന്നെ ഒരു ഡിസ്ട്രസിന്റെ സിഗ്നൽസ് ആണ് നമുക്ക് തരിക. Question number 49, the GI disorder most suggestive of cystic fibrosis. സിസ്റ്റിക് ഫൈബ്രോസിന്റെ ഏറ്റവും മോസ്റ്റ് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് മെക്കോണിയം ഇലിയസ് ആണ്. അപ്പൊ 80 അല്ലെങ്കിൽ 90% നിയോനേറ്റ്സിന് മെക്കോണിയം ഇലിയസ് കാണാറുണ്ട്. സോ മെക്കോണിയം ഇലിയസ് തന്നെ ഒരു ഏർലി മാനിഫെസ്റ്റേഷൻ ഓഫ് സിസ്റ്റിക് ഫൈബ്രോസിസ് എന്ന് തന്നെ നമുക്ക് ഇവിടെ പറയാം. ഇവിടെ എക്സ്റേ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് ഗ്രൗണ്ട് ഗ്ലാസ് അപ്പിയറൻസ് അല്ലെങ്കിൽ കാണാൻ സാധിക്കുന്നു. അതായത് റൈറ്റ് ലോവർ ക്വാഡ്രന്റില് എയർ ബബിളിംഗ് നമുക്ക് കാണാൻ സാധിക്കും. ഇതിന്റെ എല്ലാം ഡീറ്റെയിലിംഗ് ആയിട്ട് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അത് നമ്മുടെ തിയറി ക്ലാസ്സുകളിൽ നമുക്ക് കവർ ചെയ്യാം. ഇനി ഡിയോഡിനൽ ഒബ്സ്ട്രക്ഷൻ ആണ്. സോ ഡിയോഡിനൽ ഒബ്സ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഡൈജസ്റ്റീവ് ട്രാക്റ്റിൽ തന്നെ ഡിയോഡിനത്തിൽ ഉണ്ടാകുന്ന ഒരു എന്തെങ്കിലും ഒരു ഒബ്സ്ട്രക്ഷൻ ആണ്. അതായത് ഫുഡ് പാസ് ചെയ്യുന്നതിനുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട്. ഇവിടെ കാണുന്ന ഒരു സൈൻ ആണ് ഡബിൾ ബബിൾ സൈൻ. കാണുന്ന കണ്ടീഷൻ ഈസ് ഡിയോഡിനൽ അട്രീഷ്യയിൽ കാണാൻ സാധിക്കുന്ന കണ്ടീഷനാണ്. ഇനി ജെജനൽ അട്രീഷ്യ ഉണ്ട്. അപ്പൊ ജെജനൽ അട്രീഷ്യ എന്ന് പറയുന്നത് നമ്മുടെ ജജനത്തിൽ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട്, അതായത് ബൈ ബർത്ത് തന്നെ കൺജനിറ്റലി ഉണ്ടാകുന്ന ഒരു നാരോയിങ് ആണ് ജജനൽ അട്രീഷ്യ എന്ന് പറയുന്നത് ഈ നിയോനേസ്. ഇപ്പോ ഒരു ഇന്റസ്റ്റൈനൽ അട്രീഷ്യ ഡിയോഡിനൽ ആവട്ടെ ജജനൽ ആകട്ടെ ഏകദേശം 35% കുഞ്ഞുങ്ങളിൽ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇനി മാൽ റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഫൻസിന്റെ ഇന്റസ്റ്റൈൻ ഈസ് നോട്ട് ഫോംഡ് പ്രോപ്പർലി. അതിനെ ഇപ്പോ ഇന്റസ്റ്റൈൻ ട്വിസ്റ്റിംഗ് ആയിട്ട് കാണപ്പെടുകയാണെങ്കിൽ ആ കണ്ടീഷന് പറയുന്ന പേരാണ് വോൾവിലസ് എന്ന് പറയാം. ക്വസ്റ്റ്യൻ നമ്പർ 50, നെയിം ദ ഓപ്പറേഷൻ റെക്കമെൻഡഡ് ടു കറക്റ്റ് ട്രൈക്കസ്പിഡ് അട്രീഷ്യ. സോ ട്രൈക്കസ്പിഡ് അട്രീഷ്യ എന്ന് പറയുന്നത് എന്താണ്? കൺജനിറ്റൽ ആയിട്ട് ഉണ്ടാകുന്ന ഹാർട്ട് വാൽവ്സിന് ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം ആണ്. ട്രൈക്കസ്പിഡ് വാൽവ്സിന് നാരോയിങ് സംഭവിക്കുന്നു. അതുകൊണ്ട് തന്നെ റൈറ്റ് ആൻഡ് ലെഫ്റ്റ്, റൈറ്റ് ഏട്രിയം റൈറ്റ് വെൻട്രിക്കിളും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോ 1000 ലൈവ് ബർത്ത് എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 0.6% കേസസിന് ഇങ്ങനെ ട്രൈക്കസ്പിഡ് അട്രീഷ്യ എന്ന കൺജനിറ്റൽ ഹാർട്ട് ഡിസീസ് കണ്ടുവരുന്നുണ്ട്. ഇവിടെ ട്രീറ്റ്മെന്റ് പാർട്ട് നോക്കുകയാണെങ്കിൽ ഒന്ന് നമുക്ക് പ്രോസ്റ്റാഗ്ലാൻഡിൻ കൊടുക്കാം. അത് PDA ഓപ്പൺ ആക്കി വെക്കാനായിട്ട് പ്രോസ്റ്റാഗ്ലാൻഡിൻ E1 നമുക്ക് കൊടുക്കാം. അതിന്റെ ഒരു സർജിക്കൽ പ്രൊസീജിയർ നോക്കിക്കഴിഞ്ഞാൽ ഫോണ്ടൈൻ പ്രൊസീജിയേഴ്സ് ആണ് ഏറ്റവും കൂടുതലായിട്ട് ചെയ്യുക. ഈ ഫോണ്ടൈൻ പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ here the inferior vena cava is redirecting and hepatic vena cava both, that is inferior vena cava and hepatic vena cava is both directing to the pulmonary circulation എന്നുള്ളതാണ്. along with this നമ്മൾ ചില കേസസിൽ ബ്ലാലോക് ടോർഷൻ ഷണ്ട് ചെയ്യുന്നതായിട്ട് കാണാറുണ്ട്. അതായത് സബ്ക്ലേവിയൻ ആർട്ടറിയും പൾമണറി ആർട്ടറിയും തമ്മിൽ കണക്ട് ചെയ്യുന്ന പ്രൊസീജിയറിനെയാണ് ബ്ലാലോക് ടോർഷൻ ഷണ്ട് എന്ന് പറയുക. ഇനി കോണ പ്രൊസീജിയർ ചെയ്യുന്നത് അയോട്ടിക് സ്റ്റീനോസിസ് എന്ന കണ്ടീഷനിലാണ്. പിന്നെ പാച്ച് ക്ലോഷർ സാധാരണഗതിയിൽ നമ്മൾ VSDക്ക് ഒക്കെ ചെയ്യുന്ന ഒരു കണ്ടീഷൻ തന്നെയാണ്. സോ ഏറ്റവും കൂടുതലായിട്ട് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത് ഫോണ്ടൈൻ പ്രൊസീജിയേഴ്സ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 51, the following is the most frequent site of internal bleeding associated with hemophilia. ഇപ്പൊ ഹീമോഫീലിയ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് ഹീമോഫീലിയ. ഏറ്റവും കൂടുതൽ കാണുന്നത് മസിൽസിലും ജോയിന്റ്സിലുമാണ്. ഇത് ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടി കാണും. ഓപ്ഷൻ സി ജോയിന്റ് കാവിറ്റീസിലാണ്. അതായത് നമ്മുടെ എൽബോ, നീ, ഹിപ്പ്, ഷോൾഡർ, ആംഗിൾസ് എന്നിങ്ങനെയുള്ള ജോയിന്റ്സിലൊക്കെ തന്നെയും ഹീമോഫീലിയ അസോസിയേറ്റഡ് ബ്ലീഡിംഗ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. Question number 52, the following percentage represent a case of congenital hip dysplasia involving both hip. So congenital hip dysplasia അതൊരു പ്രത്യേക മസ്കുലോസ്കെലറ്റലില് പീഡിയാട്രിക്കിൽ വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആണ്. സോ നമ്മുടെ ഒരു 1000 ലൈവ് ബർത്ത് എടുത്താൽ അതിൽ 10% കുഞ്ഞുങ്ങൾക്കാണ് ബോത്ത് ഹിപ്പിൽ ഉണ്ടാകുന്ന ഡിസ്പ്ലേസിയ. അപ്പൊ ഇതിൽ തന്നെ പല ടൈപ്പ് ഉണ്ട്, സബ്ലക്സേഷൻ ഉണ്ട്, ഡിസ്പ്ലേഷ്യ ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു വ്യത്യാസവും കാര്യങ്ങളും ഒക്കെ അറിയണം. അത് നമുക്കൊരു ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ക്ലാസ്സിൽ പഠിക്കേണ്ടുന്ന ഒരു കണ്ടീഷനാണ്. അവിടെ വരുന്നതാണ് ഗല്ലി സൈൻ, അതുപോലെ തന്നെ ബാർലോ സൈൻ, ഓർത്തോലാനി സൈൻ, അങ്ങനെ ഒരുപാട് പ്രധാനപ്പെട്ട സൈൻസും അതിൽ വരുന്ന ആ കണ്ടീഷനിൽ വരുന്നതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 53, ക്വാളിറ്റി അഷുറൻസ് റെഫേഴ്സ് ടു. ക്വാളിറ്റി അഷുറൻസ് എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് പ്രാക്ടീസ് മീറ്റ് ചെയ്യാൻ നമ്മൾ ചെയ്യുന്ന ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറിനെയാണ് ക്വാളിറ്റി അഷുറൻസ് എന്ന് പറയുന്നത്. ബാക്കി ഡിസ്ട്രാക്ടേഴ്സ് എല്ലാം തന്നെ ഇവാലുവേഷൻ പഠിക്കുമ്പോൾ അവിടെ വരുന്ന സ്കെയിൽസ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 54, when it comes to sodium, for a healthy diet, sodium should be limited to
സോഡിയം എത്രയായിരിക്കണം ലിമിറ്റ് ചെയ്യേണ്ടത്? 2400 മില്ലിഗ്രാം പെർ ഡേ എന്ന കണക്കിലായിരിക്കണം സോഡിയം റെസ്ട്രിക്ഷൻ കൊണ്ടുവരേണ്ടത്. അപ്പൊ പല ന്യൂട്രീഷണൽ ഏജൻസീസും റെക്കമെൻഡേഷൻ പറയുന്നുണ്ട്. എന്നാൽ ഹൈപ്പർ ടെൻസീവ് പേഷ്യൻസ് വരുമ്പോൾ ഇതിനേക്കാൾ കുറയണം എന്നുള്ളതാണ്. 1 gram per day എന്നുള്ള 1 milligram per day എന്നുള്ള രീതിയിൽ കുറയ്ക്കണം. അതായത് പെർ ഡേ 1 ടീസ്പൂൺ എന്നുള്ള കണക്കിൽ സോഡിയം നമ്മുടെ ശരീരത്തിൽ എത്തണം എന്നുള്ളതാണ് ടോട്ടലി പല ഏജൻസീസും റെക്കമെൻഡ് ചെയ്യുന്നത്. എന്നാൽ 2.3 gram ആണ് പെർ ഡേ അഡ്വൈസ് ചെയ്യുന്ന റേറ്റ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 55. ഫിലിപ്പ് ഫെനൈൽ ഈസ് നോൺ ഫോർ. മോറൽ സൈക്കാട്രിയുടെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് തന്നെ ഫിലിപ്പ് ഫെനൈലിനെ പറയാറുണ്ട്. അതിനോടൊപ്പം വില്യം ടൂക്കിന്റെ പേരും കേൾക്കാറുണ്ട്. സോ ഓപ്ഷൻ ബി മോറൽ ട്രീറ്റ്മെന്റ് ഓഫ് പേഷ്യന്റ് ഈസ് കറക്റ്റ് ആൻസർ. ഇവിടെ വന്നിട്ടുള്ള ഇപ്പോ സൈക്കോ അനാലിസിസ് സിഗ്മണ്ട് ഫ്രോയിഡിനെ നമ്മൾ തീർച്ചയായും ഓർക്കണം. കൊഗ്നിറ്റീവ് തെറാപ്പി. സോ കൊഗ്നിറ്റീവ് തെറാപ്പി ആരോൺ ബെക്ക് ആണ് മുന്നോട്ട് വയ്ക്കുന്നത്. 1960 ആരോൺ ബെക്ക് എന്ന സൈക്കാട്രിസ്റ്റ് കൊഗ്നിറ്റീവ് തെറാപ്പിയെ കുറിച്ച് കൂടുതൽ വിശദീകരിച്ച് പറയുന്നത്. അതിന്റെ 3 പാർട്ട്, അതായത് തോട്ട് ഫോമിംഗ് പാർട്ട് ഉണ്ട്, അതുപോലെ തന്നെ നെഗറ്റീവ് ഇമോഷൻസിനെ എക്സ്പ്രസ് ചെയ്യുന്ന മൈൻഡ്ഫുൾ ബേസ്ഡ് തെറാപ്പിയെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. ദെൻ ഗ്രൂപ്പ് സൈക്കോ തെറാപ്പി നമുക്ക് മുന്നിൽ വെക്കുന്നത് ജോസഫ് പ്രാട്ട് ആണ്. Question number 56. A 34-year-old female has recently been diagnosed with autoimmune disease. She has also recently discovered that she is pregnant. The immunoglobulin that will provide protection to the fetus in the womb is, of course, ഞാൻ മുന്നേ ഇതിന്റെ തിയറി പറഞ്ഞതാണ്, IgG ആണ്. അപ്പൊ ഇത് ഞാൻ ഇമ്യൂണോഗ്ലോബുലിൻസിനെ കുറിച്ച് മുന്നേ ഒരു സ്ലൈഡിൽ പറഞ്ഞതുകൊണ്ട് അടുത്ത സ്ലൈഡിലേക്ക് പോവുകയാണ്. Question number 57. A 35-year-old male has been an insulin-dependent diabetes for the last 5 years and is now unable to urinate. The following is most likely to suspect: atherosclerosis, diabetic nephropathy, autonomic neuropathy, and somatic neuropathy. ഇവിടെ ഓട്ടോണോമിക് ന്യൂറോപ്പതി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. സോ ഓട്ടോണോമിക് ന്യൂറോപ്പതി എന്ന് പറയുമ്പോൾ നമ്മുടെ നെർവ്സിന് ഡെയിലി നമ്മുടെ ബോഡി ഫംഗ്ഷനെ മാനേജ് ചെയ്യുന്ന നെർവ്സിന് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് കാരണം നമ്മുടെ ബവൽ ബ്ലാഡർ എലിമിനേഷനിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാവുക, BP, ഹാർട്ട് റേറ്റ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളിൽ ഡിസ്റ്റർബൻസ് വരുന്ന കണ്ടീഷനെയാണ് ഓട്ടോണോമിക് ന്യൂറോപ്പതി എന്ന് പറയുക. സോ ക്വസ്റ്റ്യൻ നമ്പർ 57 ആൻസർ ഇസ് ഓപ്ഷൻ സി, ഓട്ടോണോമിക് ന്യൂറോപ്പതി. 58. A 24-year-old female is admitted to the casualty with confusion. Patient has a history of myeloma. Now she has a complaints of constipation, severe abdominal pain, polyuria. ഇത് എന്ത് കണ്ടീഷൻ ആണ്, അല്ലെങ്കിൽ ഏത് കണ്ടീഷനുമായി ബന്ധപ്പെട്ടാണ് ഇതൊക്കെ കാണാൻ സാധിക്കുക? അപ്പൊ ഇവിടെ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യേണ്ടുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് മൈലോമയുടെ ഹിസ്റ്ററി ഉണ്ട് എന്നുള്ളതാണ്. അപ്പോ മൈലോമ, മൾട്ടിപ്പിൾ മൈലോമ എന്ന് പറയുന്നത് പ്ലാസ്മ സെൽസിന് ഉണ്ടാകുന്ന ഒരു തരം ഇൻക്രീസ് നമ്പർ ഓഫ് പ്ലാസ്മ സെൽസ് ആണ് ഇവിടെ വരുന്നത്, അല്ലെ, ക്യാൻസേഴ്സ് ആണ്. അപ്പോ ഇത് ഓഫ് കോഴ്സ് നമ്മുടെ കാൽഷ്യത്തിനെ ബാധിക്കുന്ന ഒരു കണ്ടീഷനാണ്. അപ്പൊ മൈലോമയുടെ ഒരു കോംപ്ലിക്കേഷൻ തന്നെ ഹൈപ്പർ കാൽസീമിയയാണ്. സോ ഇവിടെ അഫക്ട് ചെയ്യുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് ഹൈപ്പർ കാൽസീമിയയാണ്. അപ്പോ എക്സസീവ് ആയിട്ട് ഓസ്റ്റിയോലൈസിസ് നടക്കുന്ന ഒരു കണ്ടീഷനും കൂടെയാണ്. സോ ഡൈവേർട്ടിക്കുലൈറ്റിസില് നമ്മുടെ ഇൻഡസ്ട്രിയൽ ക്യാൻസറിനെ റിസംബിൾ ചെയ്യുന്ന ഫീച്ചേഴ്സ് ഉണ്ടാവാം. ദെൻ ഹൈപ്പോ കാൽസീമിയ എന്ന് പറഞ്ഞാൽ അവിടെ കൂടുതലായിട്ടും മസിൽ ക്രാമ്പിംഗ്, വീക്ക്നെസ് എന്നിങ്ങനെയുള്ള കണ്ടീഷൻസ് ആയിരിക്കും കാണാൻ സാധിക്കുക. ഇനി ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം ലാർജ് ഇൻഡസ്റ്റൈൻ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. സോ 58 കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, ഹൈപ്പർ കാൽസീമിയ. 59. Totem and Tobo is the work of. ആരുടെ വർക്കാണ് ടോട്ടം ആൻഡ് ടോബോ? ഇത് ഗ്രൂപ്പ് സൈക്കോളജിയിൽ ഫ്രൂഡിന്റെ ആദ്യത്തെ വർക്കാണ് ടോട്ടം ആൻഡ് ടോബോ. ഇതില് മൈൻഡിന്റെ ഇമോഷൻസിനെ കുറിച്ചും അല്ലെങ്കിൽ അവിടെ വരുന്ന ആ ഒരു കോൺട്രഡിക്ഷൻസിനെ കുറിച്ചും ഒക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സോ ഓപ്ഷൻ എ ഫ്രൂഡ് ആണ് കറക്റ്റ് ആൻസർ. കാൾ ജങ് നമ്മുടെ പേഴ്സണാലിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള വർക്കാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. എറിക് എറിക്സൺ സൈക്കോ ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ്, നമ്മുടെ 8 സ്റ്റേജസിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുള്ള ആളാണ് എറിക് എറിക്സൺ. ദെൻ മെഡിന്റെ കോൺട്രിബ്യൂഷൻ എന്താണ്? സോ സെൽഫ് ഇന്ററാക്ഷന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടുള്ള കോൺട്രിബ്യൂഷൻ ആണ് മെഡ് പറഞ്ഞിട്ടുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 60. Wittmark formula is used to determine the quality of. Wittmark formula ഇത് നമ്മുടെ സൈക്കാട്രിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ചോദ്യമാണ്. ആൽക്കഹോളിസത്തിനെ കാൽക്കുലേറ്റ് ചെയ്യാനാണ് വിറ്റ്മാർക്ക് ഫോർമുല നമ്മൾ യൂസ് ചെയ്യുക. സോ ബ്ലഡ് ആൽക്കഹോൾ കണ്ടന്റ് എത്രത്തോളം ഉണ്ട് എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വിറ്റ്മാർക്ക് ഫോർമുല ഉപയോഗിച്ചാണ്. ക്വസ്റ്റ്യൻ നമ്പർ 61. എ മോട്ടിവേഷൻ സിൻഡ്രോം, എഗെയിൻ എ ക്വസ്റ്റ്യൻ ഫ്രം സൈക്കാട്രി. ഇത് ഏത് കണ്ടീഷനിൽ കാണാം? ഓപ്ഷൻ സി കനാബിസ്
എന്ന എക്സസീവ് യൂസ് കാരണം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് എമോട്ടിവേഷണൽ സിൻഡ്രോം. സോ 2 കണ്ടീഷൻസിൽ എമോട്ടിവേഷണൽ സിൻഡ്രോം കാണാം. ഒന്ന് കനാബീസ് ഇൻഡ്യൂസ്ഡ് ആയിട്ട് എമോട്ടിവേഷണൽ സിൻഡ്രോം കാണാം. 2 SSRI ഇൻഡ്യൂസ്ഡ് ആയിട്ടും കാണാൻ സാധിക്കും. ഓക്കെ, ദെൻ ബെൻസോഡയസെപ്പിൻസ് ഓർ സെഡേറ്റീവ് ഹിപ്നോട്ടിക്. സോ ബെൻസോഡയസെപ്പിൻസ് എന്ന പോയിന്റ് പറയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും അറിയേണ്ടുന്നത് മുന്നേ ചോദിച്ചു കണ്ടിട്ടുള്ള ചോദ്യങ്ങളിലും ഒന്നാണ് ഇതിന്റെ ആന്റഗോണിസ്റ്റ് അല്ലെങ്കിൽ ഇതിന്റെ ഓവർ ഡോസ് ഓഫ് ബെൻസോഡയസെപ്പിന് കൊടുക്കുന്ന ഡ്രഗ് എന്തെന്നാണ്. അത് ഇസ് ഫ്ലൂമാസെനിൽ, സോറി ഞാൻ പ്രൊനൗൺസ് ചെയ്ത് തെറ്റിപ്പോയി, ഫ്ലൂമാസെനിൽ. ദെൻ ബാർബിറ്റുറേറ്റ്. സോ ബാർബിറ്റുറേറ്റ് ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ ഡിപ്പെൻഡൻസ് ഉണ്ടാക്കുന്ന ഒരു കൈൻഡ് ഓഫ് ഡ്രഗ് തന്നെയാണ്. So emotivational syndrome is associated with long-term use of cannabis. Now question number 62, and angel dust is amphetamine, phencyclidine, heroin, LSD. So angel dust എന്ന് നമ്മൾ അറിയപ്പെടുന്നത് ഓപ്ഷൻ ബി ഫെൻസൈക്ലിഡിനെയാണ് ഏഞ്ചൽ ഡസ്റ്റ് എന്ന് നമ്മൾ ലോക്കലി പറയുക, അല്ലെങ്കിൽ അഥവാ പീസ് പിൽ എന്ന് നമ്മൾ പറയാറുണ്ട്. ഇത് നമ്മുടെ ഇപ്പൊ കഴിഞ്ഞ DHS എക്സാമിന് വന്ന ഒരു ചോദ്യവും കൂടെയാണ്. പീസ് പിൽ എന്നറിയപ്പെടുന്നത് ഏത് ഡ്രഗ് ആണ് എന്നുള്ളത്. സോ ഏഞ്ചൽ ഡസ്റ്റ് അഥവാ പീസ് പിൽ എന്നറിയപ്പെടുന്നത് ഫെൻസൈക്ലിഡിൻ എന്ന സബ്സ്റ്റൻസ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 63, the rate is produced by dividing the number of deaths during 1 year by estimating the mid-year population. Crude death rate, morbidity incidence, mortality prevalence, proportional population rate. ഓപ്ഷൻ എ ക്രൂഡ് ബർത്ത് റേറ്റ് ആണ് കറക്റ്റ് ആയിട്ട് വരുന്ന ഉത്തരം. സോ ക്രൂഡ് ബർത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് ലൈവ് ബർത്ത് ഡിവൈഡഡ് ബൈ മീഡിയർ പോപ്പുലേഷൻ ഇൻറ്റു 1000 എന്നുള്ളതാണ് ക്രൂഡ് ബർത്ത് റേറ്റ്. എന്നാൽ ക്രൂഡ് ഡെത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ നമ്മുടെ ഉത്തരം ക്രൂഡ് ഡെത്ത് റേറ്റ് ആണ്. സോ ക്രൂഡ് ഡെത്ത് റേറ്റ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് പീപ്പിൾ ലിവിംഗ് ഇൻ എ ഇയർ ഡിവൈഡഡ് ബൈ മീഡിയർ പോപ്പുലേഷൻ ഇൻറ്റു 1000 പേഴ്സൺസ് എന്നുള്ളതാണ്. ഇവിടെ മോർബിഡിറ്റി ഇൻഡിക്കേറ്റർ എന്ന് പറയുമ്പോൾ ഒരു വർഷത്തിൽ എത്ര ആൾക്കാർ ഇൽനെസ് ബാധിക്കുന്നു. ഇനി മോർട്ടാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? എത്ര പേരാണ് മരിക്കുക ഔട്ട് ഓഫ് 1000 ഇൻഡിവിജ്വൽ പെർ ഇയർ എന്നുള്ള കണക്കാണ് നമ്മൾ അറിയുക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 64 പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 64, within epidemiological framework, interrelationship among a multitude of factors constitute confounding variable, natural history of disease causation, system effect, web of causation. എപ്പിഡമോളജി എന്ന് പറയുമ്പോൾ തന്നെ വെബ് ഓഫ് കോസേഷൻ ഓഫ് ഡിസീസ്, ഏജന്റ്, ഹോസ്റ്റ്, എൻവയോൺമെന്റ് എന്ന ട്രയാണ് നിങ്ങൾ ഓർക്കുക. നാച്ചുറൽ ഹിസ്റ്ററി ഓഫ് ഡിസീസ് കോസേഷൻ വരുന്ന കൊഹോർട്ട് സ്റ്റഡിക്കകത്താണ്. അവിടെ പ്രീ പാത്തോജനിക് ഫേസ്, പാത്തോജനിക് ഫേസ് എന്നിങ്ങനെയുള്ള കണ്ടീഷൻസ് എല്ലാം അറിയണം. അതൊരു ഡീറ്റെയിൽഡ് ഡിസ്കഷൻ വേണ്ടുന്ന ഏരിയ ആണ്. കമ്മ്യൂണിറ്റി ക്ലാസ്സുകളിൽ നമ്മൾ അതിന്റെ ഡീറ്റെയിലിംഗ് പഠിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 65, മിറ്റ് അൾഷിമോസ് ഈസ് സീൻ ഇൻ. മിറ്റ് അൾഷിമോസ് മുന്നേയും നമ്മുടെ PSCയിലും ഒക്കെ ചോദിച്ച ചോദ്യം തന്നെയാണ്, ഡയറക്റ്റ് ചോദ്യമാണ്, നമ്മുടെ റാങ്ക് ഫയലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ചോദ്യമാണ്. ഓവുലേഷനുമായി ബന്ധപ്പെട്ടാണ് മിറ്റ് അൾഷിമോസ് കാണുക. ഓവുലേഷൻ പെയിനെയാണ് മിറ്റ് അൾഷിമോസ് പെയിൻ എന്ന് പറയുക. ക്വസ്റ്റ്യൻ നമ്പർ 66, a statistical source for population age distribution, dependency ratio and SES characteristics. ഇത് വരുന്നത് സെൻസസ് ഡാറ്റയിലാണ്. അപ്പൊ സെൻസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ 10 വർഷം കൂടുമ്പോഴും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് എടുക്കുന്ന ഒരു കണക്കെടുപ്പിനെയാണ് സെൻസസ് എന്ന് പറയുക. പിന്നെ ഇവിടെ തന്നിട്ടുള്ള മോർബിഡിറ്റി ഡേറ്റയെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു. വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് നിങ്ങൾക്ക് അറിയാം. വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന വിഷയങ്ങൾ, ലൈവ്, ബർത്ത്, ഡെത്ത്, മാരേജ്, ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ കണക്കെടുപ്പ്. ദെൻ സർവീസ് യൂട്ടിലൈസേഷൻ ഡേറ്റ എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒരു ക്ലിനിക്കിൽ നിന്നും ഒരു വ്യക്തി എത്ര പ്രാവശ്യം അവരുടെ സർവീസ് സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ള കണക്കിനെയാണ് സർവീസ് യൂട്ടിലൈസേഷൻ ഡേറ്റ എന്നുകൊണ്ട് ഉദ്ദേശിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 67, ഡ്യൂറിംഗ് ദ ഫസ്റ്റ് ട്രൈമസ്റ്റർ ഓഫ് പ്രഗ്നൻസി ദ സോഴ്സ് ഓഫ് എലിവേറ്റഡ് ഈസ്ട്രജൻ ആൻഡ് പ്രൊജസ്ട്രോൺ ഈസ്. സോ ഫസ്റ്റ് ട്രൈമസ്റ്റർ ഓഫ് പ്രഗ്നൻസിയിൽ പ്രഗ്നൻസി നിലനിർത്തുന്നത് കോർപ്പസ് ലൂട്ടിയത്തിന്റെ സഹായത്തോടു കൂടിയാണ്. സോ ഫസ്റ്റ് 5 to 6 വീക്ക് ഓഫ് ജസ്റ്റേഷനിൽ പ്രഗ്നൻസി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഉത്തരവാദി കോർപ്പസ് ലൂട്ടിയം ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 68, ഫീറ്റൽ ലങ് ഡെവലപ്മെന്റ്, ലങ് ആർ കേപ്പബിൾ ടു ബ്രെത്ത്. അത് ഓപ്ഷൻ എ 22nd വീക്ക് ഓഫ് പ്രഗ്നൻസി ആണ് കറക്റ്റ് ഉത്തരം. അപ്പൊ ഇവിടെ ഇതിന് ആൻസർ അറിയണമെങ്കിൽ ഒരു ഫീറ്റൽ ഡെവലപ്മെന്റ് എന്താണെന്ന് അറിയണം. വീക്ക് 9 to 15 എടുത്താൽ അവിടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഫോം ചെയ്യുന്നു, ടൂത്ത് ബഡ്സ് വരുന്നു, ഐലിഡ് ഫോം ആവുന്നു, കുഞ്ഞ് വളരെ ആക്റ്റീവായി കാണുന്നു, ബ്രെയിനിന്റെ ന്യൂറൽ ഡെവലപ്മെന്റ് നടക്കുന്നു. അറിയാം, ഫോളിക് ആസിഡ് ഒക്കെ കഴിക്കുന്നത് തന്നെ ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റ് ഉണ്ടാകുന്നത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി അതിന്റെ സെക്കൻഡ് സെക്ഷൻ എടുക്കുക, അതായത് വീക്ക് 16 to 26 എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഫസ്റ്റ് വീക്കിലാണ് ഈ ലങ് മെച്യൂരിറ്റി ഉണ്ടാവുന്നത്.
ഫോളോഡ് ബൈ ബ്രെയിൻ ഡെവലപ്മെന്റ് വളരെ റാപ്പിഡ്ലി നടക്കുന്നു, ലങ്സിൽ ആൽവിയോളെ ഫോം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ മസിൽ ഡെവലപ്മെന്റ് ഒക്കെ തുടങ്ങുന്നത് ഇതിന്റെ വീക്ക് 16 to 26 എന്ന സമയത്താണ്. ഇനി വീക്ക് 27 to 38 ബാക്കി, അതായത് വളരെ ബോഡി ഫാറ്റ് ഡെവലപ്പ് ചെയ്യുന്നത്. നമുക്കറിയാം പ്രഗ്നൻസിയുടെ എൻഡ് ആവുമ്പോഴാണ്, അതായത് 3rd trimester ആവുമ്പോഴാണ് വെയിറ്റ് ഗെയിൻ വരുന്നത്. 1+5+5 എന്നാണ് കണക്ക് അല്ലെ. അപ്പോൾ വെയിറ്റ് റാപ്പിഡ്ലി കൂടുന്നു, ഹെയർ വളരെ ഗ്രോത്ത് ഫാസ്റ്റ് ആവുന്നതൊക്കെ കാണുന്നത് ലാസ്റ്റ് വീക്ക് ഓഫ് പ്രഗ്നൻസിയിലാണ്. ക്വസ്റ്റ്യൻ നമ്പർ 69, SHBC അതായത് സെക്സ് ഹോർമോൺ ബൈൻഡിങ് ഗ്ലോബുലിൻ കുറഞ്ഞതായി കാണപ്പെടുന്നത് എപ്പോഴാണ്? അതായത് മെറ്റബോളിക് ഡിസീസസുമായി ബന്ധപ്പെട്ട് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഉത്തരം. ഡയബറ്റിക് മെൽറ്റേഴ്സ് അല്ലെങ്കിൽ CA ബ്രസ്റ്റ്, ഹാർട്ട് ഡിസീസ് എന്നിങ്ങനെയുള്ള കണ്ടീഷൻസിലാണ് ഈ സെക്സ് ഹോർമോൺ ബൈൻഡിങ് ഗ്ലോബുലിൻ കുറയുന്നതായി കാണപ്പെടുക. ഓപ്ഷൻ 70, ക്വസ്റ്റ്യൻ നമ്പർ 70, the nursing intervention most appropriate for promoting the environmental safety of client with cognitive disorder is. ഇവിടെ കോഗ്നിറ്റീവ് ഇമ്പയർമെന്റ് ആണ് ക്ലയന്റിന്റെ പ്രശ്നം. അതുകൊണ്ട് തന്നെ അവരെ നമ്മൾ എപ്പോഴും ഓറിയന്റ് ചെയ്യുന്നത് എന്തിനെ കുറിച്ചായിരിക്കണം? ഷെഡ്യൂൾ ചെയ്യുക, അതായത് ക്ലയന്റിന്റെ റൂം നന്നായി ഒതുക്കി വെക്കുക, ഒരു ക്ലോക്ക് വെക്കുക, ഡെയിലി ഷെഡ്യൂൾ ഉണ്ടാക്കി കൊടുക്കുക. അതുകൊണ്ട് തന്നെ ആ കൊഗ്നീഷൻ, ആ ഓർത്തിരിക്കാനുള്ള ഒരു എബിലിറ്റി കൂട്ടുക എന്നുള്ളതാണ് നമ്മുടെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള നഴ്സിംഗ് ഇന്റർവെൻഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 71, when you are disposing plastic bags, tubing, syringes and gloves used to administer anti-neoplastic drugs, the nurse should implement which nursing intervention? കീമോതെറാപ്യൂട്ടിക് ഡ്രഗ്സ് നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ അതിന്റെ ഡിസ്പോസൽ പ്ലേസ് എ വെരി ഇമ്പോർട്ടൻസ് റോൾ. വളരെ സേഫ് ആയിട്ട് ആയിരിക്കണം അതിന്റെ ഡിസ്പോസൽ ചെയ്യേണ്ടത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ഉത്തരം. ഡിസ്പോസ് ഓൾ ദി എക്യുപ്മെന്റ്സ് ഇൻ എ കണ്ടെയ്നർ മാർക്കിംഗ് ബയോ ഹെൽത്ത് ഹസാർഡ് ലേബിൾ. അപ്പോ പഞ്ചർ പ്രൂഫ്, ലീക്ക് പ്രൂഫ് ആയിട്ടുള്ള ഒരു കവറിൽ ഇട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഈ കീമോതെറാപ്യൂട്ടിക് ഏജന്റ് ഡിസ്പോസ് ചെയ്യാനായിട്ട്. ക്വസ്റ്റ്യൻ നമ്പർ 72, ട്രൈഫേസിക് K കോംപ്ലക്സ് ഈസ് സീൻ ഇൻ വിച്ച് ഫേസ് ഓഫ് സ്ലീപ്പ്? സ്ലീപ്പിന്റെ സെക്കൻഡ് സ്റ്റേജിൽ കാണുന്നതാണ് ഈ K കോംപ്ലക്സ് എന്ന് പറയുന്നത്. അപ്പൊ സ്ലീപ്പ് സ്പിൻഡിൽസ് എല്ലാം നമുക്ക് കാണുന്നത് EEG എടുത്തു നോക്കിയാൽ അറിയാം സ്റ്റേജ് 2 ഓഫ് സ്ലീപ്പിലാണ്. ഇനി 73, ഫോളോയിങ് പ്രോബ്ലം ഡസ് നോട്ട് ടിപ്പിക്കലി റിസൾട്ട് ഫ്രം അൺകൺട്രോൾഡ് ഡയബറ്റിസ് മെൽറ്റേഴ്സ്. ഡയബറ്റിസ് മെൽറ്റേഴ്സ് കാരണം ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത പ്രോബ്ലമാണ് മെറ്റേണൽ ഹൈപ്പർ ടെൻഷൻ. അപ്പോ ഈ ഹൈപ്പർ ടെൻഷൻ കാരണം പ്രീടേം ഡെലിവറി ഉണ്ടാവാം, ഷോർട്ട് ഫോർ ജസ്റ്റേഷണൽ ഏജ് അല്ലെങ്കിൽ ഇൻട്രാ യൂട്രൈൻ ഗ്രോത്ത് റിട്ടാർഡേഷൻ ഒക്കെ സംഭവിക്കാം. എന്നാൽ ഡയബറ്റിസ് ഉള്ള പേഷ്യൻസിന് ഹൈപ്പർ ടെൻഷനും കൂടെ ആഡ് ആവുകയാണെങ്കിൽ ഇറ്റ് ഇൻക്രീസ് ദ ഫർദർ റിസ്ക് എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 74, knockout drops or മിക്കിഫിൻ സ്റ്റാൻഡ്സ് ഫോർ? ഓപ്ഷൻ ഡി ക്ലോറൈൽ ഹൈഡ്രേറ്റ് ആണ് കറക്റ്റ് ഉത്തരം. നമ്മുടെ ചിക്കാഗോ സ്ട്രീറ്റുകളിൽ ആൾക്കാർക്ക് ഈ ഹോട്ടലുകളിൽ ടിപ്പ് കൊടുക്കുന്നത് മതിയാകാണ്ടിരുന്നപ്പോ അവിടെയുള്ള വെയിറ്റേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത പരിപാടിയാണ് ഈ നോക്കൌട്ട് ഡ്രോപ്പ് അല്ലെങ്കിൽ മിഗ്നിഫിൻ എന്ന കോമ്പൗണ്ട് ഡ്രിങ്ക്സിൽ കലക്കി കൊടുക്കുക എന്നുള്ളത്. സോ അതൊരു സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസ് ആണ്, ഇൻകപ്പാസിറ്റേറ്റിംഗ് ഏജന്റ് ആണ്. അപ്പോ അവിടെ യൂസ് ചെയ്യുന്ന സാധനമാണ് ഈ ക്ലോറൽ ഹൈഡ്രേറ്റ് എന്ന കോമ്പൗണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 75, ക്ലൈന്റ് വിത്ത് റെക്ടോവെജൈനൽ ഫിസ്റ്റുല ഈസ് അറ്റ് റിസ്ക് ഓഫ് ഇൻഫെക്ഷൻ. ദ ഇന്റർവെൻഷൻ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഇൻ പ്രിവെന്റിംഗ് ആസ്പെക്ട് ഓഫ് നഴ്സിംഗ് കെയർ ഈസ്. സോ റെക്ടോവെജൈനൽ ഫിസ്റ്റുല ഉള്ള ഒരു പേഷ്യന്റ് ആണ്, ഇൻഫെക്ഷന് റിസ്ക് ഉണ്ട്. അപ്പൊ നമ്മൾ എടുക്കേണ്ടുന്ന ഇമ്പോർട്ടന്റ് നഴ്സിംഗ് കെയർ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും പെരിനിയൽ കെയർ വളരെ സ്റ്റെറൈൽ ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇൻഫെക്ഷന്റെ സ്പ്രെഡ് കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ അവിടെ ചെയ്യേണ്ടുന്നത്. മൂവിംഗ് ഓൺ ടു ദ ക്വസ്റ്റ്യൻ നമ്പർ 76, a patient with bipolar disorder become verbally aggressive in a group therapy session. Which of the following response by the nurse would be the best? You are behaving in an unacceptable manner and you need to control yourself. If you continue like this, no one will want to be around you. You are fighting everyone in a group. Leave room immediately. Other people are disturbing by your profanity. I will walk with you down the hall to help release some of that energy. So, ഈ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സിൽ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. സോ ബൈപോളാർ മൂഡ് ഡിസോർഡർ അറിയാം, മാനിക് ഡിപ്രസീവ് ഫേസ് ഒന്നിച്ച് വരുന്നതാണ്. സോ ഒരു ഗ്രൂപ്പ് തെറാപ്പി സെഷനിൽ പേഷ്യന്റ് വയലന്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ അവരോട് ആർഗ്യൂ ചെയ്യാൻ പോയാൽ അവരത് ഉൾക്കൊള്ളില്ല, മനസ്സിലാക്കില്ല. ബട്ട് വി ഹാവ് ടു
allow a safe environment to ventilate their energy so that നമുക്ക് അപകടങ്ങൾ ഒഴിവാക്കാൻ വളരെ നല്ലതായിരിക്കും എന്നുള്ളതാണ്. സോ ഓപ്ഷൻ ഡി ആണ് ഇവിടെ വരുന്ന കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 77 ആണ്. നാച്ചുറൽ ഹോർമോൺ പ്രൊഡ്യൂസ് ബൈ പീനൽ ഗ്ലാൻഡ് ദാറ്റ് ഇൻഡ്യൂസ് സ്ലീപ്പ് എന്നുള്ളതാണ്. ഓപ്ഷൻ ബി മെലാറ്റോണിൻ ആണ്. മെലാറ്റോണിൻ ആണ് ഒൺലി ഹോർമോൺ സിന്തസൈസ് ബൈ പീനൽ ഗ്ലാൻഡ്. നമ്മുടെ സിർക്കാഡിയൻ ഋതവുമായി വളരെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഹോർമോൺ ആണ് പീനൽ ഗ്ലാൻഡ്. ഇതിനെ ഹോർമോൺ ഓഫ് ഡാർക്ക്നെസ് എന്ന് നമ്മൾ പറയാറുണ്ട്. നമ്മുടെ ഉറക്കത്തിനെ ഇൻഡ്യൂസ് ചെയ്യുന്നതിൽ വളരെ പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്ന ഒന്നാണ് പീനൽ ഗ്ലാൻഡ്. Question number 78. Let light be cured by lights. This law similar in the concept of homeopathy. ആൾക്കാരാണ് അല്ലെങ്കിൽ ഈ കോൺസെപ്റ്റ് ഫോളോ ചെയ്യുന്നത്. സോ അവരുടെ കോൺസെപ്റ്റ് അനുസരിച്ച് ഡ്രഗ് capable of producing morbid symptoms in health will remove similar symptoms when they are experiencing disease എന്നുള്ളതാണ്. Okay. Then question number 79. The nurse suspects that laboring clients may have been physically abused by her male partner. The most appropriate intervention is. ഇപ്പോൾ ക്രൈസിസ് ഇന്റർവെൻഷന്റെ ഭാഗമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുക ഹോസ്പിറ്റൽ പേഴ്സണൽ എന്നുള്ള നിലയ്ക്ക് വി ഹാവ് ടു കൊളാബറേറ്റ് വിത്ത് ദ ഫിസിഷ്യൻ ടു മേക്ക് എ റെഫറൽ സർവീസസ് ടു ദ സോഷ്യൽ സർവീസസ്. അതിപ്പോ ലീഗൽ രീതിയിലായാലും അല്ലാതെ എന്താണ് NGO യൂണിയൻസിന്റെ സർവീസിന് എടുക്കാനാണെങ്കിലും we have to collaborate with the physician to make needed referral services. Question number 80. One of the action best explain the main role of surfactant in neonates. So second question പറഞ്ഞപ്പോൾ തന്നെ ഇതിന്റെ ഒരു ആൻസർ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. സോ സർഫാക്ടൻസിന്റെ ആക്ഷൻ നിയോനേറ്റ്സിൽ വരുന്നത് ഓപ്ഷൻ എ ആണ്. അസിസ്റ്റന്റ് സിലറി ബോഡി മെച്ചുറേഷൻ ഇൻ ദ അപ്പർ എയർവേ എന്നുള്ളതാണ്. അപ്പൊ ലങ് ആൽവിയോളെ എക്സ്പാൻഷന് സഹായിക്കുക എന്നുള്ളതാണ്. ലെസിസിൻ സ്പിഞ്ചോമൈലിൻ റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യാൻ സാധിക്കാമാകുന്ന കാര്യം. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 81. ഫ്രീ ബേസ് ഈസ് എ ഫോം ഓഫ്. നമ്മുടെ ഒപ്പിയോയിഡ് അനാൽജസിക്സിൽ അതായത് കൊക്കൈന്റെ തന്നെ ഒരു ഫോം ആണ് ഫ്രീ ബേസ് എന്ന് പറയുക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 82 നോക്കാം. അമിനോപ്റ്ററിൻ ഈസ് ആൻ ആന്റി വൈറ്റമിൻ ഓഫ്. അമിനോപ്റ്ററിൻ എന്തിന്റെ ആന്റി വൈറ്റമിൻ ആണ് യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ സി ഫോലിക് ആസിഡിന്റെ ആന്റി വൈറ്റമിൻ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് അമിനോപ്റ്ററിൻ. സോ അമിനോപ്റ്ററിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുക? ഈ ഫോളേറ്റ് ബൈൻഡിങ് ഏജൻസിനെ ഇൻഹിബിറ്റ് ചെയ്തുകൊണ്ടാണ് അമിനോപ്റ്ററിൻ വർക്ക് ചെയ്യുക. ക്വസ്റ്റ്യൻ നമ്പർ 83. The following medications had been connected with the development of Reye's syndrome. Reye's syndrome നിങ്ങൾക്ക് അറിയാം, ചിക്കൻ ബോക്സുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആസ്പിരിനുമായി എടുക്കുന്ന കുട്ടികൾക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു കണ്ടീഷൻ ആണ് Reye's syndrome. സോ ഓപ്ഷൻ സി ആസ്പിരിൻ എന്ന ഡ്രഗ് ആണ് കറക്റ്റ് ഉത്തരം. നെക്സ്റ്റ് പെൽക്കൻ സ്ക്രൂ കാണുന്ന കണ്ടീഷൻ എവിടെയാണ് എന്നുള്ളതാണ്. സോ പെൽക്കൻ സ്ക്രൂ കാണുന്നത് സ്കർവിയിലാണ്. സോ അവിടെ സ്കർവിയുടെ ഒരു സ്കർവി ബാധിച്ച ഒരു കുട്ടിയുടെ PA എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ കാണുന്ന ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഓസ്റ്റിയോപീനിയ നമുക്ക് കാണാൻ സാധിക്കും, സ്കോർബ്യൂട്ടിക് സോൺ, പെൽക്കൻ സ്ക്രൂ, Wimberg sign. അതായത് റിംഗ് എപ്പിഫൈസിസ് യു ക്യാൻ സീ ഇൻ Wimberg sign. സോ സ്കർവി എന്ന കണ്ടീഷൻ അറിയുക. സ്കർവി എന്ന കണ്ടീഷനിൽ കാണുന്നതാണ് പെൽക്കൻ സ്ക്രൂ. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു ഡീറ്റെയിൽ നമ്മുടെ ന്യൂട്രീഷൻ ക്ലാസ്സുകളിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. സോ ക്വസ്റ്റ്യൻ നമ്പർ 85. ബ്രൂക്സിസം. നമ്മുടെ സ്റ്റേജ് 4 സ്ലീപ്പ് സിക്നസ് സൈക്യാട്രിയിൽ പഠിക്കുമ്പോൾ അവിടെ വരുന്ന ഒരു കണ്ടീഷനാണ് ബ്രൂക്സിസം അഥവാ ടീത്ത് ഗ്രൈൻഡിങ് എന്ന് അറിയുക. സോ ഓപ്ഷൻ ഡി ടീത്ത് ഗ്രൈൻഡിങ് ആണ് കറക്റ്റ് ഉത്തരം. ഓപ്ഷൻ സി സ്ലീപ്പ് വാക്ക് എന്ന് പറയുന്ന സോംനാംബുലിസം ആണ്, ഉറക്കത്തിൽ എണീറ്റ് നടക്കുന്ന സ്വഭാവം. ഓക്കെ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 86. ഫാദർ ഓഫ് എപ്പിഡമോളജി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞപ്പോൾ തന്നെ ഇതിന്റെ ആൻസർ ഞാൻ പറഞ്ഞതാണ്. ഓപ്ഷൻ സി ജോൺ സ്നോ ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. സോ ജോൺ സ്നോ എന്തുകൊണ്ടാണ് ഫാദർ ഓഫ് എപ്പിഡമോളജി എന്നറിയപ്പെടുന്നത്? കോളറ ഔട്ട്ബ്രേക്ക് ഉണ്ടായപ്പോ ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള വാട്ടറിൽ നിന്നാണ് കോളറ ഉണ്ടാകുന്നത് എന്ന ആ കണക്ഷൻ കണ്ടുപിടിക്കുന്നത് ജോൺ സ്നോ ആണ്. അതോടുകൂടിയാണ് അദ്ദേഹത്തെ ഫാദർ ഓഫ് എപ്പിഡമോളജി എന്ന് പറയുന്നത്. Hippocrates, of course, he was an epidemiologist. He always trying to identify the causation of diseases. പിന്നെ
ഇവിടെ വന്നിട്ടുള്ള ഓപ്ഷൻ ജോൺ അലക്സ് ഉണ്ട്. അപ്പൊ ജോൺ അലക്സും അദ്ദേഹവും ഒരു എപ്പിഡമോളജിസ്റ്റ് ആണ്. പബ്ലിക് ഹെൽത്ത് സെക്യൂരിറ്റി, ഗ്ലോബൽ പബ്ലിക് ഹെൽത്ത് സെക്യൂരിറ്റിയിലാണ് അദ്ദേഹം ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 87, the goal of oxygen therapy for a client with pulmonary embolism. So pulmonary embolism നിങ്ങൾക്കറിയാം, ഡീപ് വെയിൻ ത്രോംബോസിസ് ഒക്കെ വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു കോംപ്ലിക്കേഷൻ ആണ് പൾമണറി എംബോളിസം. അവിടെ നമ്മൾ 100% ഓക്സിജൻ സാച്ചുറേഷൻ ആണ് കൊടുക്കേണ്ടത്. അപ്പൊ ഈ തന്നിട്ടുള്ള ഓപ്ഷൻ ബി PA ഇവിടെ 100% ഓക്സിജൻ കൊടുക്കണം. സോ പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ കുറയ്ക്കാനാണ് നോക്കേണ്ടത്. സോ ഓപ്ഷൻ ബി അല്ല, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ഉത്തരം. ഓക്സിജൻ എപ്പോഴും കൂട്ടി മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. Question number 88, a client with pulmonary embolism may have an umbrella filter placed in the vena cava. So again a question from pulmonary embolism. So pulmonary embolismത്തിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സർജിക്കൽ മാനേജ്മെന്റിൽ പ്രധാനമായിട്ടും വരുന്നത് എംബോളക്ടമി എന്ന പ്രൊസീജിയർ ആണ്. ഇവിടെ അത് കൂടാണ്ട് നമുക്കിപ്പോ എന്തെങ്കിലും എംബോളക്ടമി ചെയ്യാൻ അല്ലെങ്കിൽ ആന്റി കൊയാഗുലൻസ് എടുക്കാൻ പറ്റാത്ത കണ്ടീഷനിലാണെന്നുണ്ടെങ്കിൽ വിൽ ബി ഗോയിങ് വിത്ത് എ ഗ്രീൻ ഫീൽഡ് ഫിൽട്ടർ. അപ്പൊ ഈ ഗ്രീൻ ഫീൽഡ് ഫിൽട്ടർ എന്ന് പറയുന്ന ഒരു കുട പോലെ ഇരിക്കുന്നതാണ്. ഈ എംബോളെ എല്ലാം ക്യാച്ച് ചെയ്തിട്ട് ബ്ലഡിനെ മാത്രം ഡ്രെയിൻ ചെയ്യാൻ സഹായിക്കുന്ന ഒരു കണ്ടീഷനും കൂടെ, ഒരു സംഗതിയാണ് എന്ത്, ഈ ഗ്രീൻ ഫീൽഡ് ഫിൽട്ടർ. സോ 88ന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. കളക്ട് ക്ലോട്ട് സോ ദേ ഡു നോട്ട് ഗോ ടു ദ ലങ്സ്. 89, ഫ്രാങ്കിൾസ് ലൈൻ ഇൻ ദ എക്സ്റേ ഈസ് സീൻ ഇൻ. റിക്കറ്റ്സ് എന്ന കണ്ടീഷനിലാണ് ഫ്രാങ്കിൾസ് ലൈൻ കാണാൻ സാധിക്കുക. സോ ഫ്രാങ്കിൾസ് ലൈൻ ഈസ് എ സൈൻ ഓഫ് ഹീലിംഗ്. സോ ഒരു വൈറ്റ് ലൈൻ കാൽസിഫിക്കേഷൻ റിക്കറ്റ്സ് ബാധിച്ച കുട്ടികളുടെ എക്സ്റേ എടുത്ത് നോക്കിയാൽ കാണാൻ സാധിക്കുന്നതാണ്. Then question number 90, theophylline is prescribed for a client with chronic bronchitis. The substance increases the elimination of theophylline, leading to subtherapeutic level of drug is. So theophylline എടുക്കുന്ന കുട്ടികൾ സ്വാഭാവികമായിട്ടും കഫൈൻ അല്ലെങ്കിൽ ആൽക്കഹോൾ തുടങ്ങിയ സബ്സ്റ്റൻസസ് അവോയ്ഡ് ചെയ്യുക. കാരണം അത് മെഡിസിന്റെ സൈഡ് എഫക്റ്റിനെ കൂട്ടാനായിട്ട് കാരണമാകുന്നു എന്നുള്ളതാണ്. സോ ഇത് കൂടാണ്ട് ഇപ്പൊ ബാർബിച്ചറേറ്റ്സോ കാർബമസിപ്പിനോ എടുക്കുകയാണെങ്കിൽ അത് തിയോഫിലിന്റെ ഇഫക്റ്റ് കുറയ്ക്കാൻ കാരണമാകുന്നു. എന്നാൽ ബീറ്റ ബ്ലോക്കേഴ്സ്, സിമെറ്റിഡിൻ, എറിത്രോമൈസിൻ ഇത്തരം ഡ്രഗ്സ് തിയോഫിലിന്റെ ഇഫക്റ്റ് കൂട്ടുന്ന മെഡിക്കേഷൻസും കൂടെയാണ്. Question number 91, a client is presented with an embolic stroke. Which of the following condition places the client at risk of thromboembolic stroke? So deep vein thrombosis. മുന്നേ ഞാൻ ഈ കണ്ടീഷനെ കുറിച്ച് പറഞ്ഞു. സോ ഡീപ് വെയിൻ ത്രോംബോസിന്റെ ഒരു ത്രെട്ടനിങ് കണ്ടീഷൻ എന്ന് പറയുന്നത് പൾമണറി എംബോളിസം അല്ലെങ്കിൽ ത്രോംബോ എംബോളിസം ഒക്കെയാണ്. സോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളാണ്. പോസിറ്റീവ് ഹോർമോൺ സൈൻ അല്ലെങ്കിൽ ബ്രെത്ത് ഷോർട്ടനിങ് ഓഫ് ബ്രെത്ത് ഉണ്ടോ, ചെസ്റ്റ് പെയിൻ പേഷ്യന്റിന് ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നോക്കുക. എന്നിട്ട് ത്രോംബോളിറ്റിക് തെറാപ്പി, അതുപോലെ തന്നെ ഹെപ്പാരിൻ തെറാപ്പി ഫോളോഡ് ബൈ വാർഫറിൻ തെറാപ്പി കൊടുക്കുക. പേഷ്യന്റിന്റെ PT-INR റേഷ്യോ നോക്കുക എന്നുള്ളതൊക്കെയാണ് ഇവിടെ കൊടുക്കാൻ സാധിക്കുന്ന ട്രീറ്റ്മെന്റ്. Question number 92, വളരെ ഡയറക്റ്റ് എഡ്യൂക്കേഷനിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. എഡ്യൂക്കേഷൻ ഇസ് എ നാച്ചുറൽ ഹാർമോണിയസ് ആൻഡ് പ്രോഗ്രസീവ് ഡെവലപ്മെന്റ് ഓഫ് മാൻസ് ഇന്നേറ്റ് പവർ എന്ന് പറഞ്ഞത് പെസ്റ്റലോസി ആണ്. ഇവിടെ പറയുന്ന റൊസാവ് നമ്മുടെ നാച്ചുറാലിസത്തിന്റെ എക്സ്പോണൻസ് ആണ്. അരിസ്റ്റോട്ടിൽ, റൊസാവ് എന്ന് പറയുന്ന രണ്ടുപേരും നാച്ചുറാലിസവുമായി ബന്ധപ്പെട്ടാണ്. എന്നാൽ ജോൺ ദിവേ അതുപോലെ തന്നെ വില്യം ജെയിംസ്, ഫാദർ ഓഫ് പ്രഗ്മാറ്റിസം എന്നറിയപ്പെടുന്ന വില്യം ജെയിംസ് ആണ്. ജോൺ ദിവേ പ്രഗ്മാറ്റിസവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്നത്. Question number 93, at which stage should initial screening of idiopathic juvenile scoliosis takes place? എന്താണ് സ്കോളിയോസിസ്? ലാറ്ററൽ കർവേച്ചർ ഓഫ് ദ സ്പൈനെയാണ് സ്കോളിയോസിസ് എന്ന് പറയുക. 3 തരത്തിലുള്ള സ്കോളിയോസിസ് ആണ് നമുക്കുള്ളത്. ഇഡിയോപ്പതിക് ഉണ്ട്, കൺജനിറ്റൽ ഉണ്ട്, അതുപോലെ തന്നെ ന്യൂറോ മസ്കുലർ സ്കോളിയോസിസ് ഉണ്ട്. ഇതിന്റെ ഓരോന്നിന്റെയും പ്രായം അറിയുക. ഇപ്പോ ഇൻഫന്റൈൽ സ്കോളിയോസിസ് ആണെങ്കിൽ ഏജ് ഗ്രൂപ്പ് ഈസ് 0 to 3 years, വേറസ് ഇൻ ജുവനൈൽ ആണെങ്കിൽ ഏജ് ഗ്രൂപ്പ് ഈസ് 3 to 10 years. അഡോളസെന്റിലാണ് വരുന്നതെങ്കിൽ ഏജ് എബവ് 11 ആൻഡ് ഓൾഡർ ആണ് പറയുക. അപ്പൊ ഇവിടെ തന്നിട്ടുള്ളത് ഇഡിയോപ്പതിക് ജുവനൈൽ സ്കോളിയോസിസ് എപ്പോ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഓപ്ഷൻ എ 7 years ആണ്. കാരണം 3 to 10 yearsന്റെ അകത്താണ് ഇഡിയോപ്പതിക് ജുവനൈൽ സ്കോളിയോസിസ് നമ്മൾ കൺഫേം ചെയ്യുന്നത്. Question number 94, the following committee was given recommendations to start College of Nursing in India. Option C, yes, Radhakrishnan committee ആണ് കറക്റ്റ് ഉത്തരം.
അവരാണ് ഹയർ എഡ്യൂക്കേഷൻസിന് റെക്കമെൻഡേഷൻ കൊടുത്തിട്ടുള്ളത്. ബാക്കി കമ്മിറ്റീസ് എല്ലാം തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുള്ള കമ്മിറ്റീസ് ആണ്. കമ്മ്യൂണിറ്റിയിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ടുന്ന ഏരിയ ആണ്. ബോർ കമ്മിറ്റി 1946 വരുന്നു. ഹെൽത്ത് സർവേ ആൻഡ് ഡെവലപ്മെന്റ് കമ്മിറ്റി എന്നാണ് പറയുക. കർത്താർ സിംഗ് കമ്മിറ്റി മൾട്ടിപർപ്പസ് ഹെൽത്ത് വർക്കേഴ്സിനെ രൂപം കൊണ്ടത് കർത്താർ സിംഗ് കമ്മിറ്റിയാണ്. അതുപോലെ തന്നെ മുതലിയാർ കമ്മിറ്റി. സോ മുതലിയാർ കമ്മിറ്റിയിൽ എന്താണ് ഹെൽത്ത് സർവേ ആൻഡ് പ്ലാനിംഗ് കമ്മിറ്റി എന്നാണ് പറയുക. അപ്പൊ ഇതിന്റെയൊക്കെ ഡീറ്റെയിലിംഗ് നമ്മുടെ തിയറി ക്ലാസ്സുകളിൽ നമുക്ക് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 95. ദ സ്റ്റാറ്റിസ്റ്റിക്കൽ സിന്തസിസ് ഓഫ് ഡേറ്റ ഫ്രം എ സെറ്റ് ഓഫ് കമ്പാരബിൾ സ്റ്റഡീസ് ഓഫ് പ്രോബ്ലം ആൻഡ് ഇറ്റ് ഈൽഡ് എ ക്വാണ്ടിറ്റേറ്റീവ് സമ്മറി ഓഫ് പീരീഡ് ഓഫ് എ പൂൾഡ് റിസൾട്ട് ഈസ്. മെറ്റ അനാലിസിസിനെയാണ് നമ്മൾ ഇത്തരം സ്റ്റേറ്റ്മെന്റിലൂടെ അറിയേണ്ടുന്നത്. സോ കോൺസെപ്റ്റ്സിനെ എല്ലാം ക്വാണ്ടിറ്റേറ്റീവ്ലി സമ്മറൈസ് ചെയ്ത് പറയുന്നത് മെറ്റ അനാലിസിസിലാണ്. ക്വസ്റ്റ്യൻ നമ്പർ 26. ഫിഗ്ലു ടെസ്റ്റ് എന്ത് ഡിറ്റക്ട് ചെയ്യാനാണ്? സോ ഫിഗ്ലു ടെസ്റ്റ് കൂടുതലായും ഫോളിക് ആസിഡ് ഡെഫിഷ്യൻസി ആണ് ഏറ്റവും കൂടുതലായി പറയുക. എലോങ് വിത്ത് വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി അറിയാനും നമ്മൾ ഫിഗ്ലു ടെസ്റ്റ് ചെയ്യാറുണ്ട്. എന്നാലും കൂടുതലായിട്ടും ഫിഗ്ലു ടെസ്റ്റ് ചെയ്യുന്നത് ഫോളിക് ആസിഡ് ഡെഫിഷ്യൻസി അസസ് ചെയ്യാനാണ്. കാരണം ഇവിടെ ഫിഗ്ലു ടെസ്റ്റിൽ നമ്മൾ എന്താ ചെയ്യുക? ഇവിടെ ഫിഗ്ലു എന്ന് പറയുന്ന എക്സ്പാൻഷൻ എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അതിന്റെ ഒരു റീസൺ മനസ്സിലാവത്തുള്ളൂ. ഫിഗ്ലു എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫോർമിമിനോഗ്ലൂട്ടമിക് ആസിഡ്. ഓക്കെ, അപ്പൊ ഇവിടെ ഈ എൽ ഹിസ്റ്റിഡീനെ ഫോർമിമിനോഗ്ലൂമാറ്റിക് ആസിഡ് ആയിട്ട് ഗ്ലൂട്ടമിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ഫോളിക് ആസിഡിന്റെ പ്രസൻസിലാണ്. അപ്പൊ അതില്ല എങ്കിൽ ഈ ഒരു കൺവേർഷൻ നടക്കില്ല എന്നുള്ളതാണ്. സോ ഫിഗ്ലു ടെസ്റ്റ് ഈസ് യൂസ്ഡ് ടു ഡിറ്റക്ട് ഫോളിക് ആസിഡ് ഡെഫിഷ്യൻസി. Question number 97. Accrediting body responsible for specialized accreditation of nursing educational program, both post secondary and higher degree is. അപ്പോ NLNAC ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ട് ഇവിടെ വരുന്ന ഉത്തരം. എന്താണ് NLNAC? നാഷണൽ ലീഗ് ഫോർ നഴ്സിംഗ് അക്രഡിറ്റേറ്റിംഗ് കമ്മീഷൻ എന്നാണ് NLNACയുടെ എക്സ്പാൻഷൻ. നാഷണൽ ലീഗ് ഫോർ നഴ്സിംഗ് അക്രഡിറ്റേഷൻ കമ്മീഷൻ. TNAI ട്രെയിൻ നഴ്സസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ ആണെന്ന് അറിയാം. അത് ട്രെയിൻഡ് ആയിട്ടുള്ള നഴ്സസിന് വേണ്ടിയിട്ടുള്ള അസോസിയേഷൻ ആണ്. NABH ഹോസ്പിറ്റൽ അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. ഇനി NAE അല്ല, NAEYC എന്നുള്ളതാണ്. സോ നാഷണൽ അസോസിയേഷൻ ഫോർ എഡ്യൂക്കേഷൻ ഓഫ് യങ് ചിൽഡ്രൻസ് എന്നാണ് അതിന്റെ എക്സ്പാൻഷൻ വരിക. സോ ഇവിടെ നമ്മുടെ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ഏജൻസിയാണ് NLNAC. Moving on to question number 98. It may seem a strange principle to enunciate as a very first requirement in a hospital that it should be do sick no harm. So do no harm to the sick എന്ന് പറയുന്നത് ഫ്ലോറൻസ് നൈറ്റിംഗലിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോട്ടാണ്. സോ പറഞ്ഞിട്ടുള്ള ഈ ക്ലാസ് ബാക്കി ആൾക്കാർ, ദാറ്റ് ഇസ് കാസ് കാൻഫീൽഡ് എന്ന് പറയുന്നത്, ഷീ ഈസ് ആൻ അമേരിക്കൻ പബ്ലിഷിംഗ് എക്സിക്യൂട്ടീവ്. ദെൻ കാരിയറ്റ് ലാറ്റിറ്റ്, അവരൊരു ഫേമസ് റൈറ്റർ ആണ്. വിർജീനിയ ഹെൻഡർസൺ റിസർച്ചർ ആണ്, തിയറിസ്റ്റ് ആണ്. അവർ ഒരുപാട് തിയറീസ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. So question number 99. The aspiration of the theory, the fully functional person, the best approach for the facilitator to assist the learners to perform their full potential is known then. So Rogers theory ആണ്, മാർത്ത റോജറിന്റെ സയൻസ് ഓഫ് യൂണിറ്ററി ഹ്യൂമൻ ബീയിങ്ങിലാണ് ഈ ഒരു തിയറിയെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. അതൊക്കെ നമ്മളെ നഴ്സിംഗ് തിയറീസ് പഠിക്കുമ്പോൾ ഫണ്ടമെന്റൽസ് ഓഫ് നഴ്സിംഗിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്ന ഏരിയാസ് ആണ്. And the last question, question number 100. A client attorney can file a lawsuit within which time frame? Option A, discovery role. Option B, status of limiters. Option C, grace period. Option D, alternative dispute resolution. Option B, state of limitation is the correct answer. So നമ്മുടെ സ്റ്റേറ്റ് ഓഫ് ലിമിറ്റേഷനിൽ നിന്നുകൊണ്ട് നമുക്കൊരു ലോസ്യൂട്ട് ഏകദേശം അറ്റ്ലീസ്റ്റ് 1 ഇയറിനകത്ത് അലൗബിൾ ആണ്. എന്നാൽ ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടുന്നത് 30 ദിവസത്തിനകത്താണ്. അല്ലെങ്കിൽ മാക്സിമം ഒരു സ്റ്റേറ്റ്മെന്റ് ഫയൽ ചെയ്യാനുള്ള സമയം എന്ന് പറയുന്നത് 90 ദിവസമാണ്. So now we have come to the end of our question answer discussion of Nursing Tutor 2. I hope all the questions is clear for you. Any doubt you can post in our comment box.
so that we will respond. Thank you for your patient listening, and we will see once again with a new topic. Thank you.